നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നീറ്റിന്റെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് പ്ലസ് വണ്ണിലെ ഒന്നാമത്തെ പാഠമായ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ ലിമിറ്റിംഗ് റിയേജന്റും അതുപോലെ തന്നെ മോൾ കോൺസെപ്റ്റും ഈ രണ്ട് ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് ടോപ്പിക്ക് പഠിപ്പിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, തുടങ്ങാം. നമുക്ക് ആദ്യം നോക്കാം മോൾ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു ആറ്റം, ഞാൻ ഉദാഹരണത്തിന് ഹൈഡ്രജൻ എടുക്കണേ. ഹൈഡ്രജൻ എടുക്കണേ. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1U ആണ്. 1U. അതുപോലെ ഓക്സിജൻ എടുക്കണേ. ഓക്സിജന്റേത് 16U ആണ് അതിന്റെ അറ്റോമിക് മാസ്. കാർബൺ എടുക്കണേ. കാർബണിന്റേത് 12U ആണ് അതിന്റെ അറ്റോമിക് മാസ്, യൂണിഫൈഡ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 3 ഉദാഹരണം മതി. ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1 ആണ്, ഓക്സിജൻ 16 ആണ്, കാർബൺ 12 ആണ്. ഓക്കെ, ഈ 1, 16, 12 എന്നല്ലേ ഇത് എന്താണ് അതിന്റെ അറ്റോമിക് മാസ്. ഇപ്പൊ ഹൈഡ്രജൻ 1U അല്ലേ, എന്നാൽ അതിന് ഞാൻ 1 ഗ്രാം എടുക്കുകയാണെന്ന് കരുതിക്കോ. 1 ഗ്രാം എടുക്കും. അതുപോലെ ഓക്സിജൻ 16U ആണ്. അങ്ങനെയാണെങ്കിൽ ഓക്സിജനെ ഞാൻ 16 ഗ്രാം ആക്കി 16 ഗ്രാം എടുക്കണം. ഓക്കെ, അതുപോലെ കാർബൺ 12U ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 12 ഗ്രാം എടുത്തു. ഓക്കെ, അപ്പൊ എന്താണ് ഓരോന്നും ഹൈഡ്രജൻ 1 ഗ്രാം, ഓക്സിജൻ 16 ഗ്രാം, കാർബൺ 12 ഗ്രാം എടുത്തില്ലേ. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കാൻ അറിയാമോ? ഇതിനകത്ത് ഞാൻ എന്താണ് ഗ്രാമിൽ തൂക്കിയാണ് എടുത്തല്ലേ. ഹൈഡ്രജൻ 1 ഗ്രാം തൂക്കിയെടുത്തു, അതുപോലെ ഓക്സിജൻ 16 ഗ്രാം തൂക്കിയെടുത്തു, കാർബൺ 12 ഗ്രാം തൂക്കിയെടുത്തു. അങ്ങനെ എടുത്താലുള്ള ഗുണം, ഹൈഡ്രജൻ 1 ഗ്രാം എടുത്താൽ അതിനകത്ത് 6.022 ഇൻറ്റു 10⁻23 ഹൈഡ്രജന്റെ ആറ്റം ഉണ്ടായിരിക്കും. ഓക്കെ, 6.022 ഇൻറ്റു 10⁻23 ഹൈഡ്രജന്റെ ആറ്റം ഉണ്ടായിരിക്കും. എന്നാൽ ഞാൻ ഓക്സിജൻ 16 ഗ്രാം എടുത്താലോ? ഓക്സിജൻ 16 ഗ്രാം എടുത്താൽ അതിനകത്ത് 6.022 ഇൻറ്റു 10⁻23 ഓക്സിജന്റെ ആറ്റം ഉണ്ടായിരിക്കും. ഓക്കെ, എന്നാൽ കാർബൺ 12 ഗ്രാം എടുത്താൽ അതിലെന്തുണ്ടാവും? 6.022 ഇൻറ്റു 10⁻23 കാർബണിന്റെ ആറ്റം ഉണ്ടായിരിക്കും. കാർബൺ ആറ്റം ഉണ്ടായിരിക്കും. തിരിച്ചു വേണമെങ്കിലും പറയാം നമുക്ക്. ഞാൻ ഇത്രയും, അതായത് 6.022 ഇൻറ്റു 10⁻23 ഹൈഡ്രജന്റെ ആറ്റം കൂട്ടി പറക്കി വെച്ചാൽ എത്ര ഉണ്ടായിരിക്കും? അത് 1 ഗ്രാമേ ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ അതേപോലെ ഓക്സിജന്റെ ആറ്റം ഞാൻ ഇത്ര എണ്ണം കൂട്ടി വെച്ചിട്ട് തൂക്കി നോക്കിയാൽ എത്ര കിട്ടും? 16 ഗ്രാം കിട്ടും. അതേപോലെ കാർബൺ ഇത്രയും ഗ്രാം എടുത്ത് തൂക്കി നോക്കിക്കഴിഞ്ഞാൽ, ഇത്ര എണ്ണ എടുത്ത് തൂക്കി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എന്തുണ്ടായിരിക്കും? അത് 12 ഗ്രാമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇപ്പൊ ഈ നമ്പർ കോൺസ്റ്റന്റ് അല്ലേ? ഈ കോൺസ്റ്റന്റ് നമ്പറിനെ വിളിക്കുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ. സൂചിപ്പിക്കുന്ന സിമ്പല് NA. രണ്ടും ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇങ്ങനെ എഴുതി കളയരുത്, സോഡിയം ആയി പോകും. തെറ്റ്. ഇതാണ്, രണ്ടും ക്യാപിറ്റൽ ലെറ്റർ ആണ്, NA. ഓക്കെ, ഇതാണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു നമ്പർ അറ്റൈൻ ചെയ്യുന്ന ഏത് നമുക്ക് എന്ത് വിളിക്കാം? അതൊരു 1 മോൾ ആയെന്ന് പറയാം. അപ്പം ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 1 മോൾ ആയെന്ന് പറയാം. അപ്പൊ നമുക്ക് ഹൈഡ്രജൻ 1 ഗ്രാം എടുത്താൽ എന്താവും? 1 മോൾ ആവും. ഓക്സിജൻ ആണെങ്കിലോ 16 ഗ്രാം എടുത്താലേ 1 മോൾ ആവത്തുള്ളൂ. കാർബൺ ആണെങ്കിലോ 12 ഗ്രാം എടുത്താലേ 1 മോൾ ആവത്തുള്ളൂ. നോക്കിയാണേ, ഈ ഗ്രാം പലതല്ലേ, വെയിറ്റ് പലതാക്കുമ്പോഴത്തേക്കും എണ്ണം സെയിം ആയില്ലേ? അത് സെയിം ആകുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ താഴെ വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്ക്. ഞാൻ തന്നെ ചെയ്ത വീഡിയോ ആണ്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ എണ്ണം സെയിം ആക്കിക്കൊണ്ട് ഗ്രാം മാറണേന്നും, അതുപോലെ ഗ്രാം സെയിം ആയിക്കൊണ്ട് എണ്ണം എങ്ങനെ മാറ്റാമെന്നും എല്ലാം വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് താഴെ കണ്ടു നോക്കൂ. ഓക്കെ, കാണാൻ താല്പര്യമുള്ളവർ, നിർബന്ധിക്കുന്നില്ല. അപ്പൊ എന്തൊക്കെയാണ്, അപ്പൊ കാർബൺ 12 ഗ്രാം ആയി കഴിഞ്ഞാൽ എന്താവും? അവഗാഡ്രോ നമ്പർ ആവും. ഓക്കെ അല്ലെ? അവഗാഡ്രോ നമ്പർ ആവും, 1 മോൾ ആവും. ആണല്ലോ. ഇനി 1 ഗ്രാം എന്നുള്ളത് 2 ഗ്രാം ആക്കിയാലോ? ഇവിടെ എന്ത് ചെയ്യും? ഇതിന്റെ ഇരട്ടിയാവും അല്ലേ? ഇവിടെ 1 ഗ്രാം എടുത്താൽ ഇത്രയാവുമെങ്കിൽ 2 ഗ്രാം എടുത്താൽ എന്താവും? ഇതിന്റെ ഇരട്ടിയാവൂലേ? ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? അവിടെ 2 മോൾ ഉണ്ടെന്ന് പറയാം. ഇവിടെ 16 എന്നുള്ളത് 32 ഗ്രാം എടുത്താലോ? 32 ഗ്രാം എടുത്താൽ ഇത് × 2 വരും അല്ലേ? കാരണം ഇതിന്റെ ഇരട്ടി വരും, അപ്പോഴും 2 മോൾ ആവും.
ഇവിടെ അതുപോലെ തന്നെ ഇരട്ടി ആയിക്കോട്ടെ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടുത്തെ എണ്ണം അതനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഇൻറ്റു 5 ചെയ്താൽ ഇവിടെ ഇൻറ്റു 5 ചെയ്യേണ്ടി വരും. അപ്പൊ 5 മോളാവും. ഓക്കെ അല്ലേ? അത്രേ ഉള്ളൂ. ഇതാണ് ആറ്റത്തിന്റെ കാര്യത്തിലുള്ള മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്കിനി മോളിക്യൂളിന്റെ കാര്യം നോക്കാം. നോക്കിയാണേ. ഓക്കെ, ഇനി നമുക്ക് മോളിക്യൂളിന്റെ കാര്യം നോക്കാം. നോക്കിയാണ് ഉദാഹരണത്തിന് ഞാൻ വാട്ടർ എടുക്കണേ. വാട്ടർ, ആദ്യം വാട്ടറിന്റെ മോളിക്കുലർ മാസ് കണ്ടെത്താൻ എങ്ങനെയാണെന്ന്. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. 1 ഇൻറ്റു എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഉണ്ട്. 2 പ്ലസ് ഓക്സിജന്റെ 16 ആണ്. 16 പ്ലസ് 16 എത്ര ഉണ്ട്? 1 ഉള്ളൂ. ഇൻറ്റു 1 ഈക്വൽ ടു 1 ഇൻറ്റു 2, 2 പ്ലസ് 16 18. 18 യു ആണ് മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ 12 ആണ്. 12 ഇൻറ്റു എത്ര ഉണ്ട്? 1 ഉള്ളൂ. 1 പ്ലസ് ഓക്സിജൻ 16 ആണ്. 16 ഇൻറ്റു എത്ര ഉണ്ട്? 2 ഉണ്ട്. 2 ഈക്വൽ ടു 12 1 12 16 ഇൻറ്റു 2 16 2 32. 32 പ്ലസ് 12 എത്ര? 44 യു. ഓക്കെ, അതുപോലെ ചെയ്യാം. അമോണിയ ചെയ്യാം. അമോണിയ NH3. നൈട്രജൻ 14 ആണ്. 14 ഇൻറ്റു എത്ര ഉണ്ട്? 1 ഉള്ളൂ നൈട്രജൻ. പ്ലസ് ഹൈഡ്രജൻ 1 ആണ്. 1 ഇൻറ്റു 3 ഈക്വൽ ടു 14 ഇൻറ്റു 1 14. 1 ഇൻറ്റു 3 3. 3 പ്ലസ് 14 17 യു. ഓക്കെ, ഇത് നോക്കി വെച്ചോണേ. വാട്ടറിന്റെ 18 ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് 44 ആണ്. അമോണിയ 17 യു ആണ്. ഓക്കെ അല്ലേ? ഇതൊന്ന് നോക്കിയാണേ. ഓക്കെ, നമുക്ക് തുടങ്ങാം. നോക്കിയാണേ, ഞാൻ പറഞ്ഞു വാട്ടർ എത്രയാണ്? 18 യു ആണ്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് 44 യു ആണ്. ഇനി അടുത്ത അമോണിയ 17 യു ആണ്. ആണല്ലോ? ബാക്കി നോക്കാം. നോക്കിയോളൂ. വാട്ടർ 18 യു അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ടറിനെ 18 ഗ്രാം തൂക്കിയെടുക്കണം. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് 44 ഗ്രാം ആണ്. സോറി 44 യു ആണ്. അപ്പം 44 ഗ്രാം എടുക്കാം. അമോണിയ 17 യു ആണ്. സോ 17 ഗ്രാം തൂക്കിയെടുക്കാം. ഓക്കെ, അങ്ങനെ തൂക്കി എടുത്തു കഴിഞ്ഞാൽ വാട്ടർ 18 ഗ്രാം ആയാൽ അതിനകത്ത് 6.022 ഇൻറ്റു 10⁻23 വാട്ടർ മോളിക്യൂൾ ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കുക, വാട്ടർ മോളിക്യൂൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് 47 ഗ്രാം എടുത്താൽ അതിനകത്ത് 6.022 ഇൻറ്റു 10⁻23 ആരുണ്ടായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്യൂൾ ഉണ്ടായിരിക്കും. അമോണിയ ആണെങ്കിലോ? അമോണിയ 17 ഗ്രാം എടുത്താൽ അതിനകത്ത് 6.022 ഇൻറ്റു 10⁻23 അമോണിയയുടെ മോളിക്യൂൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഈ നമ്പർ എന്താണ്? അവഗാഡ്രോ നമ്പർ ആണ്. ഈ നമ്പർ അറ്റൈൻ ചെയ്താൽ എന്ത് വിളിക്കാം? 1 മോൾ ആയി എന്ന് വിളിക്കാം അല്ലെ? 1 മോൾ ആയി. അതായത് വാട്ടർ 18 ഗ്രാം എടുത്താൽ 1 മോൾ ആകും. കാർബൺ ഡൈ ഓക്സൈഡ് 44 ഗ്രാം എടുത്താൽ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആവും. അമോണിയ 17 ഗ്രാം എടുത്താൽ 1 മോൾ ആകും. 1 മോൾ ആയ എന്താണ് പ്രത്യേകത? അതിനകത്ത് ഇത്രയും നമ്പർ ഓഫ് അമോണിയയുടെ മോളിക്യൂൾ ഉണ്ടായിരിക്കും. ഇവിടെ ആണെങ്കിലോ 47 ഗ്രാം എടുത്താൽ ഇത്രയും നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്യൂൾ ഉണ്ടായിരിക്കും. വാട്ടർ 18 ഗ്രാം എടുത്താൽ ഇത്രയും നമ്പർ ഓഫ് വാട്ടറിന്റെ മോളിക്യൂൾ ഉണ്ടായിരിക്കും. അതായത് ഒരു ഉദാഹരണത്തിൽ പറയണേ, H2O ഒരു മോളിക്യൂൾ, അടുത്ത H2O അടുത്ത മോളിക്യൂൾ, അടുത്ത H2O അടുത്ത മോളിക്യൂൾ, അടുത്ത H2O അടുത്ത മോളിക്യൂൾ, അങ്ങനെ കൂട്ടി എത്ര ഉണ്ടായിരിക്കും? ഇത്രയും നമ്പർ മോളിക്യൂൾ ഉണ്ടായിരിക്കും. ആണ് ഉദ്ദേശിക്കണം. ഓക്കെ, ഇനി നോക്കിയോ, ഇത് നോക്കിയാണേ ബാക്കി പറയാം. നോക്കിയാണേ, വേറെ ഒന്നല്ല പറയാൻ വന്നേ. നോക്ക്, ഇതിനകത്ത് എത്ര ആറ്റം ഉണ്ടെന്ന് വെച്ചാൽ എങ്ങനെ എഴുതും? നോക്കിയാണേ, ഒരു മോളിക്യൂൾ H2O, ഒരു ഒറ്റ മോളിക്യൂളിൽ തന്നെ എത്ര ആറ്റം ഉണ്ട്? 3 ആറ്റം ഉണ്ട്. ഒരു ഉദാഹരണം പറയണേ, ഒരു വാട്ടറിന്റെ മോളിക്യൂളിൽ തന്നെ 3 എണ്ണം ഉണ്ട്. ആരൊക്കെ? 2 ഹൈഡ്രജനും 1 ഓക്സിജനും അല്ലെ? 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉണ്ട്. അങ്ങനെ 3 ആറ്റം ഉണ്ട്. ആണല്ലോ? ഇനി നമുക്ക് നമ്മളോട് പറയണ് 18 ഗ്രാം ഹൈഡ്രജൻ എടുത്താൽ എത്ര ആറ്റം ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഉദാഹരണം പറയണം. അപ്പൊ അതിനകത്ത് 18 ഗ്രാം എടുത്താൽ ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ട് അല്ലേ? എത്രയുണ്ട്? 6.022 ഇൻറ്റു 10⁻23 വാട്ടറിന്റെ മോളിക്യൂൾ ഉണ്ട്. മോളിക്യൂൾ അല്ലെ? ഇത്രയും മോളിക്യൂൾ ഉണ്ട്. എത്ര ആറ്റം ഉണ്ട്? ഒരെണ്ണത്തിൽ തന്നെ 3 ആറ്റം ഉണ്ട്. അപ്പൊ ഇത്ര ആറ്റം ആകുമ്പോഴാ ഇതേ ഇൻറ്റു 3 ആറ്റം വരും. അപ്പൊ 3 ഇൻറ്റു 6.022 10⁻23 എന്ന് വരും. ഓക്കെ, നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ കാരണം എന്താണ്? ഒരെണ്ണത്തിൽ തന്നെ 3 ആറ്റം ഉണ്ട്.
ഇത്രയും ആറ്റം ഉണ്ട് അല്ലേ? നോക്കിയാണ് ഉദാഹരണത്തിന് 2 എണ്ണം ആകുമ്പോഴത്തേക്കും 6 എണ്ണമായി, 3 എണ്ണം ആകുമ്പോഴോ 9 എണ്ണമായി. അതായത് ഇവിടെ ആണെങ്കിലോ 3 into 1 3 into 2 അല്ലേ? അപ്പൊ ആടെ പോവല്ലേ? അപ്പൊ എന്ത് ചെയ്യും? 3 മൾട്ടിപ്ലൈ വരും. ഓക്കെ, സാർ നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത്രയാകുമ്പോൾ നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ വാട്ടർ 18 ഗ്രാം എന്തായി? 1 മോളായി. ഇതാണ് മോൾ കോൺസെപ്റ്റ് പറയണേ. പിന്നെ നമ്മളോട് പറയുന്നത് വാട്ടർ 12.36 ഗ്രാം എടുത്തെന്ന് പറഞ്ഞാലോ അതിനകത്ത് 2 മോൾ ആവുകയും ചെയ്യും, ഇവിടെ into 2 വരികയും ചെയ്യും. ഓക്കെ, അവിടെ നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കാൻ വെച്ചാലോ ഇവിടെ into 2 കൂടെ വരും അല്ലേ? കാരണം 36 ഗ്രാമിലല്ലേ വെച്ചത്. അപ്പൊ അവിടെ തന്നെ എന്താണ് 18 ഗ്രാമായി തന്നെ ഇത്രയുണ്ട്, ഇതിന്റെ ഇരട്ടി കൂടെ എടുക്കണ്ടേ? അപ്പൊ into 2 കൂടി വരും നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കുകയാണെങ്കിൽ. ഓക്കെ, കേട്ടോ കുറച്ച് പറയാനുണ്ട്. ഓക്കെ, ബാക്കി നോക്കാം. നോക്കിയാണേ, ആറ്റമില്ലേ ആറ്റം, ആറ്റത്തിന് അല്ലെങ്കിൽ മോളിക്യൂൾ, ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ, അതിന്റെ ആറ്റത്തിന്റെ ആണെങ്കിൽ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്യൂൾ ആണെങ്കിൽ മോളിക്കുലർ മാസ് അല്ലേ? ആറ്റത്തിന്റെ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്യൂളിന്റെ മോളിക്കുലർ മാസിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്ത ഗ്രാമിലാക്കി കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അത് 1 മോൾ ആകും. 1 മോൾ ആകും. എന്താണ് പ്രത്യേകത? ആറ്റം ആണെങ്കിൽ 1 മോൾ ആറ്റം ഉണ്ടായിരിക്കും, മോളിക്യൂൾ ആണെങ്കിൽ 1 മോൾ മോളിക്യൂൾ ഉണ്ടായിരിക്കും. എന്താ ഇത്ര 1 മോൾ എന്ന് വെച്ചാൽ? 1 മോൾ എന്ന് വെച്ചാൽ അവഗാഡ്രോ നമ്പർ അല്ലേ? 6.022 into 10⁻23 ആണ് അവഗാഡ്രോ നമ്പർ. അപ്പൊ എന്ത് ചെയ്യും? ഇത്രയും ആറ്റം ആണെങ്കിൽ ആറ്റം ഉണ്ടായിരിക്കും, മോളിക്യൂൾ ആണ് എടുക്കണമെങ്കിൽ അത്രയും മോളിക്യൂൾ ഉണ്ടായിരിക്കും. ആണല്ലോ സൂചിപ്പിക്കുന്ന സിമ്പല് Na. നമ്മൾ ഇത്രയാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, നോക്കാം നമുക്കിനി ഗ്യാസിന്റെ കാര്യത്തെ കുറിച്ച്. ഗ്യാസ്, ഏതൊരു ഗ്യാസും STP എടുക്കുകയാണെങ്കിൽ, STP മീൻസ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. ഏതൊരു ഗ്യാസും STP എടുക്കുകയാണെങ്കിൽ, STP മീൻസ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ, ടെമ്പറേച്ചർ 273 കെൽവിൻ ടെമ്പറേച്ചറും പ്രഷർ 180 m പ്രഷറും അങ്ങനെ എടുക്കുകയാണെങ്കിൽ 273 കെൽവിൻ ടെമ്പറേച്ചറും പ്രഷർ STP 180 എടുക്കുകയാണെങ്കിൽ ഏതൊരു ഗ്യാസിന്റെയും വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. 22.4 ലിറ്റർ ആണ്. ഓക്കെ, എന്താണ് പ്രത്യേകത? ഈ സമയത്ത് 22.4 ലിറ്റർ ആവുന്ന സമയത്ത് അതിനകത്തുള്ള മോളിക്യൂൾ അല്ലെങ്കിൽ ആറ്റത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? അവഗാഡ്രോ നമ്പർ ആയിരിക്കും. ഓക്കെ, 6.022 into 10⁻23. തിരിച്ചും പറയാം, നമ്മൾ ഏതൊരു ഗ്യാസിനെയും STP എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. ആറ്റം ആണെങ്കിൽ ആറ്റം, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്യൂൾ. എന്നാൽ അതിന്റെ വോളിയം എത്ര ആയിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. ഓക്കെ, ഇത്രയും നമുക്ക് എന്ത് വിളിക്കാം? ഇതിനെ 1 മോൾ എന്ന് വിളിക്കാം. ആണല്ലോ, ഇത്രയും നമുക്ക് എന്ത് വിളിക്കാം? 1 മോൾ എന്ന് വിളിക്കാം. ഇപ്പൊ ഒരു ഗ്യാസ് ഇത്ര ആയി കഴിഞ്ഞാൽ 1 മോൾ എന്ന് വിളിക്കാം. ഇത്രയായി എന്ത് സംഭവിക്കും? അതിന്റെ വോൾ എത്ര ആയിരിക്കും? ഇത്രയായിരിക്കും, 22.4 ലിറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ പറയാം ഗ്യാസ് 1 മോൾ ആയി കഴിഞ്ഞാൽ 22.4 ലിറ്റർ വോളിയം ഉണ്ടെന്ന് കൂടി മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ വോളിയം വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വരും. 22.4 ലിറ്റർ ആണ് വോളിയം, 1 മോൾ അറ്റ് STP എടുക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ 1 മോൾ എന്തൊക്കെയാണ്? 1 മോൾ എന്ന് വെച്ചാൽ അവഗാഡ്രോ നമ്പറും ആണ്, അതുപോലെ തന്നെ 22.4 ലിറ്റർ വോളിയം ആണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന രീതി പറഞ്ഞുതരാം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനാണെങ്കിൽ, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അറിയാമോ? തരുന്ന ക്വസ്റ്റ്യനിൽ ഗ്രാം ആണ് തരണമെങ്കിൽ, മാസ് ആണ് തരണമെങ്കിൽ ആ മാസ് അല്ലെങ്കിൽ വെയിറ്റ്, മാസ് ഡിവൈഡ് ബൈ ഈ തരുന്ന ആറ്റം ആണോ മോളിക്യൂൾ ആണോ നോക്കണം, അതിന്റെ മോളിക്കുലർ വെയിറ്റ്, മോളിക്കുലർ മാസ്, അല്ലെങ്കിൽ അങ്ങനെ മോളാർ മാസ് എന്ന് വിളിക്കാം, മോളാർ മാസ്. ഓക്കെ, ഏതാണ്? ആറ്റമാണ് തരണമെങ്കിൽ ആറ്റത്തിന്റെ നേരത്തെ എടുത്ത അറ്റോമിക് മാസ് എടുക്കുക, മോളിക്കുലർ തരണമെങ്കിൽ ആ മോളിക്യൂളിന്റെ മോളിക്കുലർ മാസ് എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി അതല്ല തരുന്ന ക്വസ്റ്റ്യനിൽ വോളിയം ആണ് തരണമെങ്കിൽ അതേ വോളിയം, തരുന്ന വോളിയം ഡിവൈഡ് ബൈ 22.4 ലിറ്റർ ചെയ്യുക, നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഓക്കെ, ശ്രദ്ധിച്ചോണേ. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തരുന്ന ക്വസ്റ്റ്യൻ ഗ്രാമിലാണ് തരണമെങ്കിൽ ആ തരുന്ന ഗ്രാം, ആ വെയിറ്റ്, ആ മാസ് ഡിവൈഡ് ബൈ നമുക്ക് ആറ്റമാണോ മോളിക്യൂൾ ആണോ നോക്കിയിട്ട് അതിന്റെ മോളാർ മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് എടുക്കുക. അടുത്ത വോളിയത്തിലാണ് ക്വസ്റ്റ്യൻ തരണമെങ്കിൽ എന്ത് ചെയ്യുക? തരുന്ന വോളിയം ഡിവൈഡ് ബൈ 22.4 ലിറ്റർ ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇനി അതല്ല ജസ്റ്റ് ഒരു നമ്പർ ആണ് പറയണത്, ഇത്ര നമ്പർ ഓഫ് മോളിക്യൂൾ, ഇത്ര നമ്പർ ഓഫ് ആറ്റത്തില് ഇത്ര മോൾ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് നമ്പർ ആണ് പറയണമെങ്കിൽ ആ നമ്പർ ഓഫ് പാർട്ടിക്കിൾ, ഇപ്പൊ പറയുന്നത് നമ്മുടെ അടുത്ത് 1 ലക്ഷം ആറ്റത്തിനകത്ത് എത്ര
എത്ര മോൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ നമ്പർ ഓഫ് പാർട്ടികൾ ഡിവൈഡ് ബൈ അവഗാഡ്രോ നമ്പർ ചെയ്യുക. എത്രയാണ് അത്? ഓക്കെ, ഇതാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കേണ്ട രീതി. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റ് നോക്കാം. മാറ്റിയാണേ. ഓക്കെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. വേറെ ഒന്നല്ല, നമ്മുടെ ഈ 22.4 ലിറ്റർ ഇല്ലേ, അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മോളാർ വോളിയം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞില്ലേ എസ് ടി പി പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. അതുപോലെ വേറൊന്നുണ്ട്, നോർമൽ ടെമ്പറേച്ചർ പ്രഷർ. ശരിക്കും ഈ നോർമൽ ടെമ്പറേച്ചർ പ്രഷറിലാണ് 22.4 ലിറ്റർ വരുന്നത്. ഓക്കെ, ശരിക്കും നോർമൽ ടെമ്പറേച്ചർ പ്രഷറിലാണ് 22.4 ലിറ്റർ വരുന്നത്. എസ് ടി പിയിൽ വരികയാണെങ്കിൽ അത് 22.7 വരും. ഓക്കെ, എസ് ടി പിയിൽ വരികയാണെങ്കിൽ 22.7 വരും. പക്ഷേ വീണ്ടും പറയാം, നമ്മൾ ഈ വാല്യൂ മാത്രം പഠിച്ചാൽ മതി. കാരണം ഇതാണ് എല്ലായിടത്തും ക്വസ്റ്റ്യനിൽ ഫോളോ ചെയ്യുന്നത് കേട്ടാ. 22.4 ലിറ്റർ ആണ് ഫോളോ ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ എസ് ടി പിയും ആ വാല്യൂ പറഞ്ഞത്. ഓക്കെ, ശരിക്കും പ്രഷർ എന്ന് പറയുന്ന 180 പ്രഷർ എടുക്കുകയാണെങ്കിൽ അത് നോർമൽ ടെമ്പറേച്ചർ പ്രഷർ ആണ്. എൻ ടി പി ആണ് 180 എന്ന് പറയുന്നത്. എസ് ടി പിയിൽ എടുക്കുകയാണെങ്കിൽ അത് 1 ബാർ പ്രഷർ ആണ്. അപ്പൊ ഈ വാല്യൂ കുറച്ച് കൂടി വരും, 22.7 വരും. പക്ഷെ നമ്മളെ നോക്കണ്ട, ജസ്റ്റ് 22.4 എന്ന് പഠിച്ചാൽ മതി. ഞാനിത് പറയാൻ കാരണം, ടെസ്റ്റ് വായിക്കുമ്പോൾ 22.7 കണ്ടിട്ട് വന്ന് എന്നോട് തിരിച്ചു വായിക്കാതിരിക്കാനാണ് ഞാൻ ഇത് പറയാൻ കാരണം കേട്ടാ. അപ്പൊ എൻ ടി പിയിലാണത് 22.4, എസ് ടി പിയിൽ 22.7 ആണ്. പക്ഷേ എന്തെടുത്താൽ മതി? 22.4 ലിറ്റർ എന്ന് പഠിച്ചാൽ മതി കേട്ടോ. അത് കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് വരുന്നത്. ഇനി അഥവാ ക്വസ്റ്റ്യനിൽ 22.7 എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് എടുത്തോ. ഓക്കെ, അല്ലെങ്കിൽ 22.4 തന്നെ എടുത്താൽ മതി. ഓക്കെ, 22.4 തന്നെ എടുത്താൽ മതി. അങ്ങനെ എടുത്ത് പറയാനാണ് എസ് ടി പി 22.4 എന്ന് പഠിപ്പിച്ചത് കേട്ടാ. അപ്പം കാരണം വേറെ ഒന്നല്ല, ഇവിടെ 1 ബാർ പ്രഷർ ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ശകല കുറവ് വരും. അപ്പൊ നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പി വി കൂടെ എൻആർടി ഇല്ലേ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഉത്തരം കിട്ടും 22.7 എന്ന് കേട്ടാ. ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, ജസ്റ്റ് അതൊന്നും നോക്കണ്ട, 22.4 മാത്രം പഠിച്ചാൽ മതി. 22.4 ലിറ്റർ കേട്ടാ. എസ് ടി പി ആയാലും ശരി, എൻ ടി പി ആയാലും ശരി. കാരണം എൻ ടി പി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അയ്യോ എസ് ടി പി പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറയരുത്. എൻ ടി പി ഉണ്ട്, 22.4 തന്നെയാണ്. എസ് ടി പി ആയാലും 22.4 തന്നെയാണെന്ന് പഠിക്കുക. ഓക്കെ, അടുത്ത ലിമിറ്റിംഗ് റേഞ്ചിന് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ മോൾ കോൺസെപ്റ്റിനെ കുറിച്ച് വളരെ നല്ല ഡെപ്തില് ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ, എന്താണ് മോൾ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കാണുക. അതുപോലെ ലിമിറ്റിംഗ് റിയേജന്റ് എന്താണെന്നും അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും നല്ല രീതിയിൽ വിശദീകരിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കാണുക. ഓക്കെ, നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റ് നോക്കാം. ഷോർട്ട്സ് പറയാം, ഓൾറെഡി പഠിച്ചതല്ലേ. നോക്കിയാണെ, എക്സ് എന്നൊരു ആറ്റവും വൈ എന്നൊരു ആറ്റവും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഞാൻ എക്സ് വൈ എന്നൊരു കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടാ. എക്സ് എന്നൊരു ആറ്റവും വൈ എന്നൊരു ആറ്റവും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് എക്സ് വൈ എന്നൊരു കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോഴ് എന്റെ കയ്യിൽ ഒരുപാട് എക്സ് ഉണ്ടെന്ന് വെച്ചോ, ഒരുപാട് എമൗണ്ട് ഓഫ് എക്സ് ഉണ്ട്. ഇവിടെ നമുക്ക് 1 മോൾ എക്സ് എടുത്താൽ 1 മോൾ വൈ വേണം. എന്തിനാണ്? 1 മോൾ എക്സ് വൈ ഉണ്ടാക്കാൻ എന്നാണ് നമുക്ക് ഇക്വേഷൻ മനസ്സിലാവണേ കേട്ടാ. അപ്പൊ എന്റെ കയ്യിൽ 1 മോൾ നോക്കിയാണെ, 1 മോൾ അതായത് എക്സ് എത്രയുണ്ടോ അത്ര തന്നെ എന്തുണ്ടായിരിക്കണം? വൈ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് ഇക്വേഷൻ മനസ്സിലാവണേ. പക്ഷെ എന്റെ കയ്യിൽ ഒരുപാട് എക്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു 50 എക്സ് ഉണ്ടെന്ന് വെച്ചോ, 50 എക്സ് ഉണ്ട്. പക്ഷെ വൈ എത്രയേ ഉള്ളൂ? ഒരു 20 ഉള്ളൂ എന്ന് സങ്കല്പിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര എക്സ് വൈ ഉണ്ടാവും? നമുക്ക് അങ്ങനെ ഉണ്ടാവുന്നു. ഇവിടെ ആദ്യത്തെ എക്സും ഇവിടുത്തെ ആദ്യത്തെ വൈയും ചേർന്ന് എക്സ് വൈ ഉണ്ടാവും. അങ്ങനെ രണ്ടാമത്തെ എക്സും രണ്ടാമത്തെ വൈ ചേർന്ന് അടുത്ത എക്സ് വൈ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായി 19ാമത്തെ എക്സും 19ാമത്തെ വൈയും ചേർന്ന് ഒരു എക്സ് വൈ ഉണ്ടാവും. 20ാമത്തെ എക്സും 20ാമത്തെ വൈയും ചേർന്ന് ഒരു എക്സ് വൈ ഉണ്ടാവും. അത് കഴിഞ്ഞ് 21ാമത്തെ എക്സിന് റിയാക്ട് ചെയ്യാനായിട്ട് വൈ ഉണ്ടാ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? എക്സ് റിയാക്ട് ചെയ്യാൻ പറ്റൂ? ഇല്ല. ബാക്കി എന്ത് ചെയ്യും? ബാക്കി എക്സ് എന്ത് ചെയ്യും? അതുപോലെ മാറി നിൽക്കും. കാരണം റിയാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? വൈ ഇല്ല. എന്താണ്? ആദ്യത്തെ എക്സും ഒന്നാമത്തെ വൈയും ചേർന്ന് ഒരു എക്സ് വൈ ഉണ്ടാവും. രണ്ടാമത്തെ എക്സും രണ്ടാമത്തെ വൈയും ചേർന്ന് അടുത്ത എക്സ് വൈ ഉണ്ടാവും. അങ്ങനെ പോയി 19ാമത്തെ ആകുമ്പോഴും 19ാമത്തെ എക്സും 19ാമത്തെ വൈയും ചേർന്ന് 19ാമത്തെ എക്സ് വൈ ഉണ്ടാവും. 20ാമത്തെ എക്സും 20ാമത്തെ വൈയും ചേർന്ന് 20ാമത്തെ എക്സ് വൈ ഉണ്ടാവും. പക്ഷെ 21ാമത്തെ എക്സിന് റിയാക്ട് ചെയ്യാനായിട്ട് ഇവിടെ വൈ ഉണ്ടാ? വൈ ഇല്ല. കാരണം 20 തീർന്നു പോയില്ലേ? അപ്പൊ എന്ത് ചെയ്യും? ബാക്കി 30 വൈക്ക് എക്സിന് എന്ത് ചെയ്യാൻ പറ്റും? റിയാക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ എന്ത് ചെയ്യും? മാറി നിൽക്കും. അപ്പം ഇവിടെ നോക്ക്, ഇവിടെ ആരാണ് കുറവുണ്ടായിരുന്നത്? വൈ അല്ലേ? വൈ അല്ലേ ഉണ്ടായിരുന്നത്? എത്ര വൈ ഉണ്ടായിരുന്നോ അതനുസരിച്ചല്ലേ പ്രോഡക്റ്റ് ഉണ്ടായുള്ളൂ അല്ലേ?
എത്ര വൈ ഉണ്ടായിരുന്നോ അതനുസരിച്ചല്ലേ പ്രോഡക്റ്റ് ഉണ്ടായുള്ളൂ. അതുകൊണ്ടാണ് വൈയെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കുന്നത്. കാരണം വൈ എന്ത് ചെയ്തു? ലിമിറ്റ് ചെയ്തു. 20 XY ഉണ്ടായാൽ മതി എന്ത് ചെയ്തു? വൈ ലിമിറ്റ് ചെയ്തു. കാരണം എന്താണ്? വൈ കുറച്ചേ ഉള്ളൂ. എക്സ് കൂടുതൽ എടുത്തുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? എനിക്ക് കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അതനുസരിച്ചുള്ള എന്ത് വേണം? വൈ വേണം. ഇതാണ് ലിമിറ്റിംഗ് റിയേജന്റ് പറയണേ. ആരാണോ കുറച്ചുള്ളത് അതനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പ്രോഡക്റ്റ് ഉണ്ടാകത്തുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് എന്ത് ചെയ്യും? അതുപോലെ മാറി നിൽക്കും. ആരാണോ കൂടുതൽ എടുത്തത് അതെന്ത് ചെയ്യും? മാറി നിൽക്കും. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതൊരു എക്സാമ്പിൾ വന്നിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ട് ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കാനല്ല ക്വസ്റ്റ്യൻ, ആരാണോ ബാക്കി ഉണ്ടായിരിക്കുന്നത് എത്ര ബാക്കി ഉണ്ടായിരിക്കും, ഇതാണ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ലിമിറ്റിംഗ് റിയേജന്റ് നമുക്ക് പറയാനായിട്ട്. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത് 2011 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2011 നോക്കാം. വിച്ച് ഹാസ് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾ. താഴെ തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ ഏതിനാണ് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾ ഉള്ളത്? നോക്കാം. ഓപ്ഷൻ എ 44 ഗ്രാം ഓഫ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് 44 ഗ്രാം എടുത്തു. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഓസോൺ O3 എത്ര എടുത്തു? 48 ഗ്രാം ഓഫ് O3. ഓപ്ഷൻ സി നോക്കിക്കഴിഞ്ഞാൽ 80 ഗ്രാം ഓഫ് ഹൈഡ്രജൻ. ഓപ്ഷൻ ഡി നോക്കിക്കഴിഞ്ഞാൽ 64 ഗ്രാം ഓഫ് SO2. ഓക്കെ, സൾഫർ ഡയോക്സൈഡ്. അപ്പൊ ക്വസ്റ്റ്യൻ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ ഏറ്റവും ഈസി ക്വസ്റ്റ്യൻ നോക്കി എടുത്തത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഓപ്ഷൻ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് എഴുതാം ഉത്തരം എന്താണെന്ന്. എന്നാലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നോക്കിയാണേ നമുക്ക് കണ്ടെത്താൻ എന്താണ് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾ ഏതിനാണ് കൂടുതലുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ 44 ഗ്രാം ഓഫ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് 44 ഗ്രാം ആയ എത്ര മോളാവും? ഒരു മോളല്ലേ ആവത്തുള്ളൂ. കാരണം കാർബൺ 12 ആണ്. 12 പ്ലസ് ഓക്സിജൻ 16 ആണ്. 16 O2 ഇല്ലേ? O2 രണ്ടെണ്ണം ഉണ്ട്. സോ 16 32. 16 × 2 32. അപ്പം 32 പ്ലസ് 12 44 ആയി. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് 44 ഗ്രാമല്ലേ എന്തിക്കണേ? കാർബൺ ഡയോക്സൈഡ് 44 ഗ്രാം എടുത്ത് എന്തേ ആവത്തുള്ളൂ? ഒരു മോളെ ആവത്തുള്ളൂ. ഓക്കെ, ഒരു മോളെ ആകത്തുള്ളൂ. അടുത്ത ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ബി O3 എന്ന് പറയുമ്പോൾ ഓക്സിജൻ ആണ്. ഓക്സിജൻ 16 × 3 ചെയ്യണം. 16 × 3 ചെയ്യുമ്പോൾ 48 കിട്ടും. ഓപ്ഷൻ നോക്കെ 48 ഗ്രാം സെയിം. അങ്ങനെയാണെങ്കിൽ അതും എന്താണ്? അതും ഒരു മോളാണ് നിൽക്കണേ. അത് ഒരു മോളാണ്. ഓപ്ഷൻ സി നോക്കാം. ഹൈഡ്രജൻ H2 ഒന്നാണ്. 1 × 2. സോ 2 ഗ്രാം ആണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇവിടെ എത്ര ഗ്രാം ഉണ്ട്? 8 ഗ്രാം ഉണ്ട്. സോ 8 എന്ന് പറയുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ നിൽക്കുന്നത് 4 മോൾ തന്നിരിക്കണേ. 4 മോൾ ഹൈഡ്രജൻ തന്നിരിക്കണേ. 4 മോൾ ഹൈഡ്രജൻ തന്നിരിക്കണേ. അടുത്ത നോക്കാം. SO2 എന്ന് പറയുമ്പോൾ സൾഫർ 32 ആണ്. ഓക്സിജൻ 16. സോ 32 പ്ലസ് 16 × 2 വരും. 16 × 2 32 64. സോ 64 ഗ്രാം ആണ്. ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എത്രയാണ്? 64 ഗ്രാം. സോ അതും എന്താണ്? അത് ഒരു മോളാണ് തന്നിരിക്കണേ അല്ലേ? നമുക്കറിയാം ഒരു മോളായാൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ടായിരിക്കും ആണല്ലോ. അപ്പം ഇതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂളേ ഉള്ളൂ. ഇവിടെ നമുക്ക് 4 × അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ വരും അല്ലേ? കാരണം എന്താണ്? ഹൈഡ്രജൻ മാത്രം ഇവിടെ 4 മോൾ ഉണ്ട്. അപ്പൊ 4 × അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ വരും. ഇവിടെയും ഒരു മോളേ ഉള്ളൂ, ഒരു അവഗാഡ്രേ ഉള്ളൂ. അങ്ങനെയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, ഇതൊക്കെ ഓപ്ഷനിൽ കണ്ടാൽ തന്നെ ഉത്തരം എഴുതാം. അത്ര ഈസി ക്വസ്റ്റൻ ആണ്. കാരണം നമുക്ക് കാർബൺ ഡയോക്സൈഡ് 44 ഗ്രാം ആണ് നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും ചെയ്യുമ്പോഴും കാണുന്നതാണ്. അപ്പം ഫസ്റ്റ് ആ കാണുമ്പോൾ തന്നെ കാർബൺ ഡയോക്സൈഡ് 44 ഗ്രാം. സോ 1 മോൾ. അപ്പോഴേ സ്ട്രൈക്ക് ഓഫ്. അടുത്ത ഓക്സിജൻ 16 ആണ്. 16 × 3 48 ഗ്രാം. ഒരു മോളേ ഉള്ളൂ. അപ്പോഴും സ്ട്രൈക്ക് ഓഫ് ചെയ്തോ. അടുത്ത SO2 എന്ന് പറയുമ്പോഴത്തേക്കും സൾഫർ 32, ഓക്സിജൻ 16. 16 32 64. ഇത് 64 ഗ്രാം. അവിടെ ഒരു മോളേ ഉള്ളൂ. നോക്കാം ഇനി ഹൈഡ്രജന്റെ കാര്യം. ഹൈഡ്രജൻ എന്ന് പറയുമ്പോഴത്തേക്കും 1 ആണ് അതിന്റെ അറ്റോമിക് മാസ് എന്ന് പറയണേ. സോ H2 ആകുമ്പോഴത്തേക്കും 2 ഗ്രാം ആവും. 2 ഗ്രാം ആകുമ്പോഴത്തേക്കും ഒരു മോളാവും. ഇവിടെ 8 ഗ്രാം ഉണ്ട്. സോ 4 മോളാണ്. 4 മോൾ ആയപ്പോഴത്തേക്കും 4 × അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ. സോ ഇവിടെയാണ് ഹൈഡ്രജൻ ആണ് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയാണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയോ. ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 0.1 മോൾ ഓഫ് ട്രൈ അറ്റോമിക് ഗ്യാസ്. ഓക്കെ, നോക്കിയാണേ. ഒരു ട്രൈ അറ്റോമിക് ഗ്യാസ് ഉണ്ട്. അത് എത്രയുണ്ട്? 0.1 മോൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ എന്തുമാത്രം ആറ്റം ഉണ്ടായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ട്രൈ അറ്റോമിക് ഗ്യാസ് ആണ്. അപ്പൊ ഉദാഹരണത്തിന് ഒരു O3 എടുക്കാം. O3 എക്സാമ്പിൾ ആണ്.
O3 എന്ന ഈ ട്രൈ അറ്റോമിക് ആയത് ട്രൈ അറ്റോമിക് ഗ്യാസ് ആയ ഈ O3 തന്നെ മൂന്ന് ആറ്റം ഉണ്ട് അല്ലേ? ഒറ്റ മോളിക്യൂളിൽ തന്നെ 3 എണ്ണം ഉണ്ട്. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ആറ്റം ഈക്വൽ ടു നമുക്ക് എന്തറിയാം? ഒരു മോൾ ആണെങ്കിൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് നമുക്കറിയാം. അത് ആറ്റം ആണെങ്കിൽ ആറ്റം, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്യൂൾ. ഒരു മോൾ ഉണ്ടെങ്കിൽ ആണേ. ഇപ്പൊ നമ്മളോട് പറഞ്ഞത് ട്രൈ അറ്റോമിക് ഗ്യാസ് എന്ന് പറഞ്ഞാണ്. അപ്പൊ അതിനകത്ത് എന്താണ്? മോളിക്യൂൾ ആണല്ലോ. അപ്പൊ നമുക്ക് അതിനകത്ത് എത്ര മോളിക്യൂൾ ഉണ്ട്? ആദ്യം മോളിക്യൂൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മോളായാൽ തന്നെ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ട്. ഇവിടെ 0.1 മോളാണ് അല്ലേ? അപ്പം 0.1 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ട് ആണല്ലോ. ഇത്രയും മോളിക്യൂൾ ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? നമ്പർ ഓഫ് ആറ്റം. ഒരു മോളിക്യൂളിൽ 3 ആറ്റം ഉണ്ട്. അപ്പൊ ഇത്രയും മോളിക്യൂൾ എത്ര ആയിരിക്കും? അതേ ഇൻറ്റു 3 വരും. ശരിയല്ലേ? കാരണം നമുക്ക് ഒരു മോളിക്യൂളിൽ 3 ആറ്റം ഉണ്ട്. നമുക്ക് എത്ര മോളിക്യൂൾ ഉണ്ട്? ഇത്രയും മോളിക്യൂൾ ഉണ്ട് അല്ലേ? കാരണം ഒരു മോളായ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഉണ്ട്. ഇവിടെ 0.1 മോളേ ഉള്ളൂ. സോ 0.1 മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആയി. അപ്പൊ അത്രയും നമ്പർ ഓഫ് മോളിക്യൂൾ ആയി. അതേ ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ആറ്റം കിട്ടും. സോ മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 0.1 ഇൻറ്റു 6.0222 ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ചെയ്ത് സമയം കളയുന്നില്ല. ഏകദേശം 1.8066 ഇൻറ്റു 10⁻23 എന്ന് വരും. ഓക്കെ, ചെയ്ത് നോക്കി കണ്ടെത്തുക. ഞാനിപ്പോ ചെയ്ത് സമയം കളയുന്നില്ല. 3 ഇൻറ്റു 0.1 ചെയ്ത് 0.3, പിന്നെ 0.3 ഇൻറ്റു 6.02 ചെയ്തുകൊണ്ടിരിക്കണം. അത്രയും സമയം നമ്മൾ കളയുന്നില്ല. നിങ്ങൾക്ക് ചെയ്ത് നോക്കി കണ്ടുപിടിക്കാം. ഓക്കെ, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്താലേ അവിടെ ചെല്ലുമ്പോൾ സ്പീഡ് എടുത്തോളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. 10 gram hydrogen and 64 gram oxygen exploded in a vessel. 10 gram ഹൈഡ്രജനും 64 gram ഓക്സിജൻ എന്ത് ചെയ്തു? ഒരു വെസലിൽ വെച്ച് എക്സ്പ്ലോഡ് ചെയ്തു, പൊട്ടിത്തെറിച്ചു. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ്, അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം വാട്ടർ ഉണ്ടായി? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കുന്ന? ലിമിറ്റിംഗ് റിയേജന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ലിമിറ്റിംഗ് റിയേജന്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യണം? ലിമിറ്റിംഗ് റിയേജന്റ് ക്വസ്റ്റ്യൻ ആണ് കണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുക. നോക്കാം. H2 plus half O2 giving water അല്ലേ? H2 plus half O2 giving water ഇങ്ങനെയാണല്ലോ. അതായത് ഒരു മോൾ ഹൈഡ്രജനും അര മോൾ ഓക്സിജനും ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു മോൾ വാട്ടർ കിട്ടും അല്ലേ? ഒരു മോൾ ഹൈഡ്രജനും അര മോൾ ഓക്സിജനും ചേർന്നാൽ നമുക്ക് ഒരു മോൾ വാട്ടർ കിട്ടും. ഇതാണ് നമുക്ക് എന്ത് ചെയ്യണേ? ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ 10 ഗ്രാം ഉണ്ട്. അതായത് ഇവിടെ ഒരു മോൾ ഹൈഡ്രജനോട് റിയാക്ട് ചെയ്യാനായിട്ട് നമുക്ക് എത്ര വേണം? അര മോൾ ഓക്സിജൻ വേണം. ഓക്കെ, അര മോൾ ഓക്സിജൻ വേണം. ഇതാണ് നമുക്ക് ഇതിന് മനസ്സിലാവണം ആണല്ലോ. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. 10 ഗ്രാം ഹൈഡ്രജൻ എത്രയാണ്? 10 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എത്ര മോളായി? 2 എണ്ണം ചേരുമ്പം 1 മോളായി. ഇവിടെ 10 അല്ലേ? 2 ഗ്രാം ആകുമ്പോ 1 മോളാവും. ഇപ്പൊ ഇവിടെ 5 മോളുണ്ട് അല്ലേ? ഹൈഡ്രജൻ 2 ആണ്. 2 ഗ്രാം ആകുമ്പോഴേ 1 മോളാകത്തുള്ളൂ. ഇവിടെ 10 ഗ്രാം ഉണ്ട്. സോ 5 മോളായി. ഓക്സിജൻ നോക്കാം. ഓക്സിജൻ 64 ഗ്രാം അല്ലേ? 64 ഗ്രാം ഓക്സിജൻ. നമുക്കറിയാം O2 ഓക്സിജൻ 16 ആണ്. O2 ആയപ്പോഴത്തേക്ക് 32 ആയി. 32 ഇവിടെ 64 ഗ്രാം ആണ് അല്ലേ? 32 ഗ്രാം ആകുമ്പോൾ 1 മോളാവും. 60 ഗ്രാം ആകുമ്പോഴോ 2 മോളാവും. സോ 2 മോൾ. ഇവിടെ നോക്കേ, ഹൈഡ്രജൻ 5 മോൾ എടുത്തിട്ടുണ്ട്, ഓക്സിജൻ 2 മോൾ എടുത്തിട്ടുണ്ട് ആണല്ലോ. ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത് 5 മോൾ ഹൈഡ്രജനും ഉണ്ട്, 2 മോൾ ഓക്സിജനും ഉണ്ട്. എങ്ങനെയാണെങ്കിൽ എന്തുമാത്രം വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും? ഇതാണ് ശരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നോക്കാം. നമുക്ക് എന്താ മനസ്സിലായേ? ഇവിടെ നമുക്ക് മനസ്സിലായി 1 മോൾ ഹൈഡ്രജൻ റിയാക്ട് ചെയ്യണമെങ്കിൽ അര മോൾ ആര് വേണം? ഓക്സിജൻ വേണം. ഇവിടെ 5 മോൾ ഹൈഡ്രജൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ 2.5 മോൾ ഓക്സിജൻ വേണ്ടേ? 5ന്റെ പകുതി വേണ്ടേ? പക്ഷെ പകുതി ഉണ്ടാ? പകുതി തികച്ചില്ല ആണല്ലോ. ഇവിടെ ആരാണ് കുറവ്? ഓക്സിജൻ അല്ലേ? സോ ഓക്സിജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ് അല്ലേ? ആരാണ്? ഓക്സിജൻ. കാരണം എന്താണ്? ഓക്സിജൻ 2.5 മോൾ വേണമായിരുന്നു, നമുക്ക് 2 മോളേ ഉള്ളൂ അല്ലേ? അപ്പൊ ഓക്സിജൻ ആണ് ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ്. ശ്രദ്ധിക്കണേ, വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ വെച്ച് ഇതോട് ബന്ധപ്പെട്ട് എല്ലാ ക്വസ്റ്റ്യനും പറഞ്ഞു പോകണം. അതുകൊണ്ട് നല്ലപോലെ നിർത്തി പഠിക്കാം കേട്ടാ.
ഇവിടെ 10 ഗ്രാം ഹൈഡ്രജൻ എന്ന് വെച്ചാൽ 5 മോൾ ഹൈഡ്രജൻ ആണ്. 60 ഗ്രാം ഓക്സിജൻ എന്ന് വെച്ചാൽ 2 മോൾ ഓക്സിജൻ ആണ് അല്ലേ? നമ്മളോട് എന്താ പറഞ്ഞേ? നമുക്ക് എന്താ മനസ്സിലായേ? 1 മോൾ ഹൈഡ്രജന്റെ കൂടെ റിയാക്ട് ചെയ്യണമെങ്കിൽ 1/2 മോൾ ഓക്സിജൻ വേണം. അതിന്റെ പകുതി മോൾ ഓക്സിജൻ വേണം. പക്ഷെ ഇവിടെ 5 മോൾ ഹൈഡ്രജൻ ഉണ്ടെങ്കിലും 2 മോൾ ഓക്സിജനേ ഉള്ളൂ. 2.5 ഇല്ല. 1/2 അളവ് കുറവാണ്. 1/2 മോൾ ഓക്സിജൻ കുറവാണ്. സോ ഓക്സിജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഓക്സിജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പം ലിമിറ്റിംഗ് റിയേജന്റ് ആരാണോ അതനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മളെ പ്രോഡക്റ്റ് ഉണ്ടാവത്തുള്ളൂ അല്ലേ? ആരാണോ ലിമിറ്റിംഗ് റിയേജന്റ് അതനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പ്രോഡക്റ്റ് ഉണ്ടാവത്തുള്ളൂ. സോ ഇത്ര ഞാൻ ബാക്കിയാണേ. ഓക്കെ, ബാക്കി നോക്കാം. ഇതൊക്കെയാണേ ഞാൻ പറഞ്ഞ് ഓക്സിജൻ എത്രയുണ്ടോ അതനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മളെ പ്രോഡക്റ്റ് ഉണ്ടാവത്തുള്ളൂ. നോക്കിയാണ് 1/2 മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? 1 മോൾ വാട്ടർ ഉണ്ടാകും അല്ലേ? നമുക്ക് അതാണ് ഇക്വേഷൻ മനസ്സിലാവണേ. കണ്ടാ, 1/2 മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്താൽ 1 മോൾ വാട്ടർ ഉണ്ടാകും. 1/2 മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്താൽ 1 മോൾ വാട്ടർ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് അറിയാമോ? നമ്മൾ 1 മോൾ ഓക്സിജൻ കണ്ടെത്തണം. 1 മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്താൽ 1 മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്താൽ എന്ത് ചെയ്യും? 1/1/2. അപ്പൊ എത്ര വരും? 1/1/2. അപ്പൊ എന്ത് വരും? 2 × 1 എന്ന് വരും അല്ലേ? 2/1 എന്ന് വരും. കാരണം എന്ത് ചെയ്യണം? തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. 1/1/2 എന്ന് വരും. സോ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 1 × 2/1 വരും. അപ്പൊ അതായത് 2 മോൾ വാട്ടർ ഉണ്ടാവും മനസ്സിലാവും ആണല്ലോ? നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടുന്ന് 1 മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്താൽ 2 മോൾ വാട്ടർ ഉണ്ടാവുന്ന മനസ്സിലാകാം. ഇവിടെ എത്രയുണ്ട്? 60 ഗ്രാം ഓക്സിജൻ, അതായത് 2 മോൾ ഓക്സിജൻ. 2 മൾട്ടിപ്ലൈ ചെയ്യുക. 2 മോൾ ഓക്സിജന്റെ കൂടെ റിയാക്ട് ചെയ്യാനായിട്ട് 2 × 2 4 മോൾ വാട്ടർ ഉണ്ടാകും. ഓക്കെ, ഉത്തരം എത്രയാണ്? 4 മോൾ വാട്ടർ. ഇനി തരുന്ന ക്വസ്റ്റ്യനില് ഓപ്ഷൻ മോളിലല്ല അടക്കുന്നേ, ഗ്രാമിലാണെങ്കിൽ എന്ത് ചെയ്യുക? 4 മോൾ കിട്ടിയില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? 4 മോളിനെ ഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യണം. നോക്കിയാണ്, 1 മോൾ എന്ന് പറഞ്ഞാൽ H2O. 1 മോൾ H2O എത്രയുണ്ട്? ഹൈഡ്രജൻ 1 ആണ്. 1 × 2 2. 2 + 16 എത്ര? 18 ഗ്രാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 4 മോൾ വാട്ടറിലോ? 4 മോൾ വാട്ടറില് 4 × 18 ചെയ്യുക. എത്രയാണോ അത്ര ഉത്തരം. ഓക്കെ, ഓപ്ഷൻ നോക്കുക. 4 മോളിൽ കിടക്കണമെങ്കിൽ അത് എഴുതുക, അതല്ല ഗ്രാമിൽ കിടക്കണമെങ്കിൽ അത് എഴുതുക. രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് ചെയ്യുന്നത് അറിയാമോ? നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? 5 പേനയ്ക്ക് ഇത്ര രൂപയാണെങ്കിൽ 10 പേനയ്ക്ക് ഇത്ര രൂപയെന്നും. ആ ക്വസ്റ്റ്യൻ ആണ്. 1/2 മോൾ ഓക്സിജന് 1 മോൾ കിട്ടുമെങ്കിൽ 2 മോൾ ഓക്സിജൻ എത്ര കിട്ടും? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ രീതിയാണ് ഏറ്റവും എളുപ്പം കേട്ടാ. ലിമിറ്റിംഗ് റിയേജന്റ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഈ രീതിയാണ് എളുപ്പം. തൊട്ട് മുമ്പ് ചെയ്ത് തന്നെ ചെയ്തത്. 1/2 മോൾ ഓക്സിജന് 1 മോൾ വാട്ടർ കിട്ടുമെങ്കിൽ 2 മോൾ ഓക്സിജൻ ചെയ്യാനായിട്ട് എത്ര മോൾ വാട്ടർ കിട്ടും? 5 പേനയ്ക്ക് 10 രൂപയെങ്കിൽ ഇത്ര പേനയ്ക്ക് എത്ര രൂപ? ആ ക്വസ്റ്റ്യൻ അല്ലേ? സെയിം കോൺസെപ്റ്റ്. ഞാൻ അത് വെച്ചിട്ടാണ് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുന്നത്. ഓക്കെ, ബാക്കി നോക്കാം. അടുത്ത നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വോളിയം ഓഫ് ഓക്സിജൻ മെഷർഡ് അറ്റ് 0 degree Celsius and 180 m is needed to burn completely 1 liter of propane gas under same condition. നോക്കിയാണേ, 1 ലിറ്റർ പ്രൊപ്പൈൻ ഗ്യാസ് കത്തിക്കാനായിട്ട് ആവശ്യമായി വരുന്ന ഓക്സിജന്റെ വോളിയം എന്നാണ് ക്വസ്റ്റ്യൻ. അറ്റ് 0 degree Celsius and 180 m പ്രഷർ. 180 m പ്രഷറിലും 0 degree Celsiusലും പ്രൊപ്പൈൻ ഗ്യാസ് കത്തിക്കാനായിട്ട് 1 ലിറ്റർ പ്രൊപ്പൈൻ ഗ്യാസ് കത്തിക്കാനായിട്ട് ഇത്ര വോളിയം ഓക്സിജൻ ആവശ്യമുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതെന്താണ്? ഇതും മോൾ കോൺസെപ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇക്വേഷൻ ബാലൻസ് ചെയ്ത ഒരു ഇക്വേഷൻ എഴുതണം. ഇതെന്താണ്? പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രോ കാർബൺ ആണ് അല്ലേ? ഹൈഡ്രോ കാർബൺ ഉണ്ട്. നമുക്കിപ്പോ പ്രൊപ്പൈൻ ആണ് വന്നത്. പരീക്ഷയ്ക്ക് വേറെ എന്തോടെ ചോദിക്കാം. അതുകൊണ്ട് ഒരു ജനറൽ ഇക്വേഷൻ പഠിച്ചു വെക്കുക. CxHy plus x plus y/4 O2 കൂടി CxHy plus x plus y/4 O2 giving x carbon dioxide plus y/2 water. ഓക്കെ, y/2 വാട്ടർ. ഈക്വേഷൻ പഠിച്ചു വെക്കുക. ഈക്വേഷൻ സിമ്പിൾ ആണ്. CxHy. ഇതില് നമ്മൾ ഈ ഗ്യാസിന്റെ ഇത് മാത്രം അറിഞ്ഞാൽ മതി, പ്രൊപ്പൈൻ. അത് അറിഞ്ഞാൽ മാത്രം മതി നമുക്ക് ഇത് മൊത്തം ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഈക്വേഷൻ കാണാൻ പഠിച്ചു വെക്കുക. CxHy x plus y/4 O2 giving x കാർബൺ ഡയോക്സൈഡ് പ്ലസ് y/2 വാട്ടർ. നമുക്ക് ഈ ഓക്സിജന്റെ അവിടെ വരുന്ന
ഒരു ഹോൾ നമ്പർ അല്ലെങ്കിൽ എന്തിനാണെന്ന് അറിയാമോ, ഈ ഇക്വേഷൻ മൊത്തത്തിൽ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടാ. അപ്പൊ ശരിയാവും. ഓക്കെ ആണേ. നമുക്ക് എന്താ പറഞ്ഞേ, ക്വസ്റ്റ്യനിൽ പ്രൊപ്പൈൻ എന്നാ പറഞ്ഞേ. പ്രൊപ്പൈൻ ഇത് ആൽക്കൈൻ ആൽക്കീൻ ആൽക്കൈൻ എന്തോടെ ഉപയോഗിക്കാം കേട്ടാ. പ്രൊപ്പൈൻ പ്രൊപ്പൈൻ എന്നല്ലേ പറഞ്ഞ. പ്രൊപ്പൈൻ ആയപ്പോഴത്തേക്കും കാർബൺ എണ്ണം എത്രയായി, 3 ആയി. അപ്പൊ C3H എത്ര വരും? പ്രൊപ്പൈന്റെ ഇക്വേഷൻ എന്താണ്? C3HCnH2n+2 അല്ലേ. 3 + 3 × 2 + 2 അപ്പൊ എത്ര? C3H8 വരും. C3H8 വരും. ഓക്കെ, ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ആൽക്കൈൻ ആൽക്കീൻ ആൽക്കൈൻ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം ഒരിക്കൽ കൂടി. C3H8 ആണ് പ്രൊപ്പൈൻ. C3H8. ഇനി ബാക്കിയെല്ലാം ഫില്ല് ചെയ്ത് പോയാൽ മതി. X എത്ര? 3 + y എത്ര? 8/4. 8/4 into ഓക്സിജൻ ഗീവിംഗ് X എത്ര? 3. 3 കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് y/2. y എത്ര? 8. 8/2 വാട്ടർ. ഓക്കെ, 8/2 വാട്ടർ. നമുക്ക് എന്ത് കിട്ടും? C3H8 പ്ലസ് 8/2 2i 8/4 2i 2 + 3 5 ഓക്സിജൻ ഗീവിംഗ് 3 കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 8/2 4 വാട്ടർ. ഓക്കെ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഏതൊരു ഹൈഡ്രോ കാർബൺ കത്തിയാലും നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറേ കിട്ടത്തുള്ളൂ പ്ലസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഓക്കെ, ഏതൊരു ഹൈഡ്രോ കാർബൺ കത്തിയാലും നമുക്ക് എന്ത് തരും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പ്ലസ് ഹീറ്റ് എനർജി ഇതാണ് തരുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ ഒന്നെങ്കിൽ സ്വന്തമായിട്ട് എഴുതി ബാലൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ കാണാൻ പഠിച്ചിട്ട് അതിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എന്ന് മാത്രം അറിഞ്ഞാൽ മതി, കാർബൺ എണ്ണം മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, ബാക്കി എല്ലാം ഇതിന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് എന്താ ഇക്വേഷൻ മനസ്സിലാവണേ. ഇവിടെ നമുക്ക് ഇക്വേഷൻ ബാലൻസ്ഡ് ഇക്വേഷൻ കിട്ടി. 1 മോൾ പ്രൊപ്പൈൻ്റെ കൂടെ റിയാക്ട് ചെയ്യാനായിട്ട് 5 മോൾ എന്ത് വേണം? ഓക്സിജൻ വേണം അല്ലേ. വോളിയത്തിൽ പറയുകയാണെങ്കിലോ ഒരു വോളിയം C3H8 ഉണ്ടെങ്കിൽ, 1 വോളിയം പ്രൊപ്പൈൻ ഉണ്ടെങ്കിൽ 5 വോളിയം ആരുണ്ടാവണം? ഓക്സിജൻ വേണം ആണല്ലോ. അങ്ങനെയാണെങ്കിലോ 1 ലിറ്റർ പ്രൊപ്പൈനോട് റിയാക്ട് എത്ര ലിറ്റർ വേണം? 5 ലിറ്റർ വേണം അല്ലേ. 1 മോൾ പ്രൊപ്പൈനോട് 5 മോൾ ഓക്സിജൻ വേണം. അല്ലെങ്കിൽ പറയാം 1 വോളിയം പ്രൊപ്പൈൻ്റെ കൂടെ 5 വോളിയം ഓക്സിജൻ വേണം. അങ്ങനെയാണെങ്കിലോ 1 ലിറ്റർ പ്രൊപ്പൈനോട് ആര് വേണം? 5 ലിറ്റർ ഓക്സിജൻ വേണം. സോ ഉത്തരം എത്ര? 5 ലിറ്റർ ഓക്സിജൻ. അല്ലെങ്കിൽ ഓപ്ഷനിൽ 5 വോളിയം ആണെങ്കിൽ 5 വോളിയം. ഓക്കെ, 1 ലിറ്റർ അതുകൊണ്ട് ഓപ്ഷനിൽ ഉറപ്പായിട്ടും 5 ലിറ്റർ കാണത്തുള്ളൂ. സോ 5 ലിറ്റർ ഓക്സിജൻ. ഓക്കെ അല്ലേ. അപ്പം ഇത് സംഭവം ഇക്വേഷൻ ബാലൻസ് ചെയ്യണ പരിപാടി മാത്രമേ ഇതിനകത്തുള്ളായിരുന്നുള്ളൂ അല്ലേ. ബാക്കി ഇവിടെ നിന്ന് നമുക്ക് എഴുതാം. ഇവിടെ ഒന്നല്ലെങ്കിൽ ഇപ്പൊ വേറെ വാല്യൂ ആണെങ്കിൽ എന്ത് ചെയ്യണം? അതനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ മാറ്റണം അല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പേനയ്ക്ക് 5 രൂപയാണെങ്കിൽ ഇത്ര പേനയ്ക്ക് ഇത്ര രൂപ, ആ സംഭവം ഉണ്ടല്ലോ, അതൊന്ന് ചെയ്ത് കൊടുത്താൽ മതി, ഉത്തരം കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻ മറക്കാതെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ആൽക്കൈൻ അതിന്റെ ജനറൽ ഇക്വേഷൻ കൂടെ പറഞ്ഞുതരാം. നോക്കിയാണേ ജനറൽ ഇക്വേഷൻ എഴുതി കാണിച്ചു തരാം. ആൽക്കൈൻ ആണെങ്കിൽ CnH2n+2 CnH2n+2. ഒരു ഉദാഹരണത്തിന് എഴുതുകയാണെങ്കിൽ ഇപ്പം C5 എടുക്കണം വെച്ചോ. ആരായി? പെന്റേൻ എഴുതാൻ പറഞ്ഞ C5, പെന്റേന് 5 കൊടുക്കുക. H എന്ത് ചെയ്യണം? H2n എത്ര? 2 × 5 10 + 2 12 ഇതുപോലെ. ഓക്കെ, എന്ന് പറഞ്ഞാൽ കാർബൺ എണ്ണമാണ്. ഓക്കെ, ഇതാണ് ആൽക്കൈന്റെ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് ആൽക്കീൻ നോക്കാം. CnH2n. ഉദാഹരണം പറയുകയാണെങ്കിൽ C3 എടുക്കുകയാണെങ്കിൽ H 2 × 3 6 വരും. C3H6 വരും. ആരായി? C3 അല്ലേ. പ്രൊപ്പീൻ. ആൽക്കൈൻ നോക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ എന്താണ് ഇക്വേഷൻ? എന്താണ്? CnH2n-2. ഉദാഹരണം നോക്കാം. C4H 2 × 4 8 8 - 2 6. C4H6 എന്താണ്? ബ്യൂട്ടൈൻ ആയി. ഓക്കെ, ഒരു കാര്യം കൂടി. ഇനി അടുത്ത ഹൈഡ്രോ കാർബണിന്റെ കമ്പഷൻ, അതുകൂടെ ഇക്വേഷൻ പഠിച്ച് ഒരിക്കലും എഴുതരാം. ഹൈഡ്രോ കാർബണിന്റെ കമ്പഷൻ കേട്ടാ. കമ്പഷൻ അതിന്റെ ജനറൽ ഇക്വേഷനും കൂടി പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. എഴുതിക്കോ. എന്താണ്? CHHY പ്ലസ് എന്ത് വരും? X പ്ലസ് Y/4 O2 ഗീവിംഗ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. എത്ര കാർബൺ ഡൈ ഓക്സൈഡ്? X കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് Y/2
കാർബൺ വാട്ടർ y/2 വാട്ടർ. ഫോട്ടോ എടുക്കണതിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ ഈസ് മാക്സിമം ഇൻ. താഴെ തന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വാട്ടറിന്റെ മോളിക്യൂൾ ഉള്ളത് ഏതിലാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1.80 gram ഓഫ് വാട്ടർ. 1.80 gram ഓഫ് വാട്ടർ ആണ് ഫസ്റ്റ് ഓപ്ഷൻ. അടുത്ത് നോക്കാം 18 gram ഓഫ് വാട്ടർ. 18 gram ആണ് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് 18 മോൾ ഓഫ് വാട്ടർ. അടുത്ത 18 മോൾ ഓഫ് വാട്ടർ ആണ്. അടുത്ത 18 മോളിക്യൂൾ ഓഫ് വാട്ടർ. ഓക്കെ, അങ്ങനെ 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് നമുക്ക് ഓപ്ഷൻ തന്നെ എഴുതാം. ജസ്റ്റ് ഒരു കാര്യം ചെയ്യണ്ട, ക്വസ്റ്റ്യൻ കണ്ട മാത്രമേ നമുക്ക് ഉത്തരം എഴുതാം അല്ലേ? പെട്ടെന്ന് അങ്ങനെ എഴുതാൻ സിമ്പിൾ ആണ്. നോക്കിയാണ് 18 gram ഓഫ് വാട്ടർ. 18 gram ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയായി? വാട്ടർ നോക്കിയാണ്. വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഹൈഡ്രജൻ പറയുമ്പോഴത്തേക്കും 1 ആണ്. 1 × 2 2 പ്ലസ് ഓക്സിജൻ 16 ആണ്. 16 സോ 18 gram അല്ലേ? 18 gram ആകുമ്പോഴത്തേക്കും 1 മോളെ ആവത്തുള്ളൂ. ഇങ്ങനെ എഴുതേണ്ട കാര്യം പോലും ഇല്ല. ജസ്റ്റ് കണ്ട മാത്രമേ ഉത്തരം കിട്ടും. 1 മോളേ ഉള്ളൂ അല്ലേ? 18 gram ആയ 1 മോളേ ഉള്ളൂ. 1 മോളായാൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂളേ ഉള്ളൂ ക്വസ്റ്റ്യൻ അല്ലേ? ആണല്ലോ. ഉത്തരം നോക്കാം. ഫസ്റ്റ് 18 മോളിക്യൂൾ ഓഫ് വാട്ടർ. ആകെപ്പെട്ട 18 മോളിക്യൂളേ ഉള്ളൂ. അതെന്തായാലും മാക്സിമം അല്ലല്ലോ. സോ സ്ട്രൈക്ക് ഓഫ് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ പോയി, ലാസ്റ്റ് ഓപ്ഷൻ പോയി. അടുത്ത നോക്കാം 18 gram ഓഫ് വാട്ടർ. 18 gram ഓഫ് വാട്ടറിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂളേ ഉള്ളൂ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. സ്ട്രൈക്ക് ഓഫ് ചെയ്യാം. 18 ഗ്രാമിലെ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂളേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 1.8 അതിനേക്കാളും കുറവായിരിക്കണ്ടേ? 18 പോലും അവഗാഡ്രേ ഉള്ളൂ. അപ്പൊ 1.8 ആണെങ്കിലോ ഡിവൈഡ് ബൈ 10 വീണ്ടും വരും. സോ അതിനകത്തും കുറവ്. ഇനി ആകെപ്പെട്ട ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതാണ് ഉത്തരം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? 18 മോൾ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും 18 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് ആരുണ്ട്? വാട്ടർ ഉണ്ട് അല്ലേ? 1 മോളിൽ ഇത്രയുണ്ട്. 18 മോൾ ആകുമ്പോഴോ 18 ഇൻറ്റു അവഗാഡ്രോ എന്ന് വരും. സോ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, ഇതൊക്കെ കണ്ടാൽ മാത്രമേ അപ്പോഴേ എഴുതി വെക്കണം. ഇതൊന്നും വെച്ച് ചെയ്തോണ്ടിരിക്കരുത്. കാരണം വാട്ടറിന്റെ നമ്മൾ ഓൾറെഡി പഠിക്കണാണ്. വാട്ടറൊക്കെ 18 gram ആണ്. അതൊന്നും ചെയ്ത് നോക്കി കണ്ടുപിടിക്കാൻ നിൽക്കരുത്. വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, ഇത് ഇങ്ങനെയുള്ളതൊന്നും ഒരു കാരണവശാലും ഇതുപോലെ എഴുതി കൂട്ടി വാട്ടർ 18 gram ആണ് ഇന്നൊന്നും കണ്ടുപിടിക്കാൻ നിൽക്കരുത്. അതൊക്കെ 18 gram ആണ്. കാർബൺ ഡയോക്സൈഡ് 47 gram ആണ് എന്നൊക്കെ അറിയാം. ഓക്സിജൻ 32 gram ആണ്. ഓക്കെ, അത് നമുക്ക് അറിയാം. അപ്പൊ ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഉത്തരം എഴുതാൻ പറ്റും. കാരണം 18 ഗ്രാമിൽ അവഗാഡ്രേ ഉള്ളൂ. 1.8 അതിനേക്കാളും ഡിവൈഡ് ബൈ 10 ഉണ്ട്. പിന്നെ 18 മോളിക്യൂളിൽ 18 എണ്ണമേ ഉള്ളൂ. പിന്നെ ഓപ്ഷൻ 18 മോൾ. അവിടെ തന്നെ ഉത്തരം കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാക്കിയാണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2016 ക്വസ്റ്റ്യൻ ആണ്. ദ എലമെന്റ് എക്സ് ആൻഡ് വൈ കമ്പൈൻ ടു ഫോം x/2 ആൻഡ് x3/2. എക്സ് എന്ന എലമെന്റും വൈ എന്ന എലമെന്റും തമ്മിൽ കമ്പൈൻ ചെയ്ത് 2 കോമ്പൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. x/2 x3/2. ഓക്കെ, when 0.1 mol x/2 0.1 mol x/2 എടുത്ത വെയിറ്റ് 10 gram നോക്കിയാണേ. 0.1 mol x/2ന് 10 gram ആണെന്നും 0.05 mol 0.05 ആണ്. 0.05 mol of x3/2 weighs 9 gram നോക്കിയാണേ. 0.05 mol x3/2 എടുത്ത അത് 9 gram ഉണ്ട്. അങ്ങനെയാണെങ്കിൽ the atomic weight of x and y are. എക്സിന്റെയും വൈന്റെയും അറ്റോമിക് വെയിറ്റ് നടത്തുക. ഓപ്ഷൻ ഉണ്ടായിരുന്നു 20, 30 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ ഒന്ന് കണ്ടെത്താവാനായിട്ട് ക്വസ്റ്റ്യൻ മായ്ക്കുക. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഫോട്ടോ എടുക്കുമ്പോൾ എടുത്തോളൂ. ക്വസ്റ്റ്യൻ എനിക്ക് സ്ഥലമില്ലാത്ത ക്വസ്റ്റ്യൻ മായ്ക്കേ. x/2 നമുക്ക് കമ്പണന്റ് മാത്രം എഴുതി വെക്കാം. നോക്കിയാണേ x/2ന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10 gram ആണ്. ഓക്കെ, അതുപോലെ x3/2ന്റേത് 9 gram ആണ്. x3/2ന്റെ 9 gram ആണ്. എത്ര മോൾ ഉണ്ട്? 0.1 മോൾ. 0.1 മോൾ x/2ന്റേത് 10 gram ആണ്. അതുപോലെ 0.05 മോൾ x3/2ന്റേത് 9 gram ആണെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവണേ. വേറെ ഒന്നും പറയാനായിട്ട് ഇല്ല. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാണേ. ഓക്കെ, ബാക്കി ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ്? എക്സിന്റെയും വൈന്റെയും അറ്റോമിക് വെയിറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഞാൻ കൺസ്യൂം ചെയ്യാണ് എക്സിന്റെ അറ്റോമിക് വെയിറ്റ് എക്സ് ആണെന്നും വൈയുടെ അറ്റോമിക് വെയിറ്റ് വൈ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, എക്സിന്റെ അറ്റോമിക് വെയിറ്റ് എക്സ് ആണെന്നും വൈയുടെ അറ്റോമിക് വെയിറ്റ് വൈ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. നമുക്കറിയാം
0.1 മോൾ XY2 10 ഗ്രാം ആണല്ലോ. നോക്കിയാണേ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു എന്താണ് വെയിറ്റ് ബൈ അല്ലെങ്കിൽ മാസ് ബൈ ഇതോടെ ഇഷ്ടമാണ്. ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് വെയിറ്റ് എന്നല്ലേ, സോ വെയിറ്റ് എടുക്കാം. വെയിറ്റ് ബൈ എന്താണ് മോളിക്കുലർ മാസ്. ഓക്കെ, അത് ഗ്രാം ആറ്റം ആയിരുന്നെങ്കിൽ അറ്റോമിക് മാസ് ആയതിനെ, ഇവിടെ മോളിക്കുലർ ആയതുകൊണ്ട് മോളിക്കുലർ മാസ്, അത്രേ ഉള്ളൂ. സോ നമുക്ക് കണ്ടെത്താം. ആദ്യത്തെ കേസ് നോക്കാം. ഫസ്റ്റ് കേസ് 0.1 XY2 ഒക്കെയാണേ നമ്പർ ഓഫ് മോൾസ് എത്ര 0.1 ആയപ്പോഴത്തേക്കും എത്രയായി വെയിറ്റ് എത്ര 10 ഗ്രാം. 10 ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് എത്രയാണ് x നമുക്ക് അറിയാമോ? ഇല്ല. എക്സിൻ്റെത് x ആണ് പ്ലസ് y എത്ര ഉണ്ട്? 2 ഉണ്ട്. y × 2y. ഓക്കെ, അപ്പം x പ്ലസ് 2y ഈക്വൽ ടു ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ തൊണ്ടരാം. അപ്പൊ x പ്ലസ് 2y ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 0.1 എത്രയായിട്ട് നമുക്ക് 100 അല്ലേ? കാരണം 10 മൾട്ടിപ്ലൈ അല്ല, അപ്പുറം താഴെ മുകളിലും. സോ 100 കിട്ടും. സോ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. x പ്ലസ് 2y ഈക്വൽ ടു 100 എന്ന ഇക്വേഷൻ കിട്ടി. ആ സൈഡിൽ മാറ്റി വെക്കുകയാണേ. x പ്ലസ് 2y ഈക്വൽ ടു 100. ഇത്രയും സമയം നിങ്ങൾക്ക് എക്സാമിന് എടുക്കില്ല, ഇത് മനസ്സിലാക്കി തരാനാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യണേ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ആയി. നമുക്ക് രണ്ടാമത്തെ കമ്പയർ ചെയ്യാം. രണ്ടാമത്തെ നോക്കാം, മാറ്റണ്ടല്ലോ. അടുത്ത 0.05 നമ്പർ ഓഫ് മോൾസ് ആയപ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? വെയിറ്റ് എന്ന് പറയുന്നത് 9 ഗ്രാം ഡിവൈഡ് ബൈ മോളാർ മാസ് എത്ര ഉണ്ട്? എക്സിന്റെ 3. അപ്പൊ എത്ര? x 3 ഉണ്ട്. 3 × x 3x പ്ലസ് y 2 ഉണ്ട്. 2 × y 2y ആണല്ലോ. എഴുതാം. 3x പ്ലസ് 2y ഈക്വൽ ടു 9 ഡിവൈഡഡ് ബൈ 0.05. 0.5 ആയപ്പോഴത്തേക്കും 1/2 ആയി. അപ്പം 18 180 നീട്ടും. 180 നീട്ടും. 9 ഡിവൈഡഡ് ബൈ 0.05 എന്ന് പറയുമ്പോൾ 180. അപ്പൊ അടുത്ത ഇക്വേഷൻ എന്താണ്? 3x പ്ലസ് 2y ഈക്വൽ ടു 180. 3x പ്ലസ് 2y ഈക്വൽ ടു 180. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാം. സോ ഇത് മാറ്റിയാണേ. നോക്കാം, സോൾവ് ചെയ്യാം. 3x പ്ലസ് 2y ഈക്വൽ ടു 180. അടുത്ത x പ്ലസ് 2y ഈക്വൽ ടു 100. നമുക്ക് കുറയ്ക്കാൻ ഇത് ക്യാൻസൽ ആയിപ്പോ 3x x കുറയ്ക്കുമ്പോൾ 2x ഈക്വൽ ടു 180 100 കുറയ്ക്കുമ്പോൾ 80. x ഈക്വൽ ടു 80/2 40 വരും. 40 അപ്പൊ എക്സിന്റെ വാല്യൂ 40 കിട്ടി. സോ അറ്റോമിക് വെയിറ്റ് ഓഫ് x എന്ന് പറയുന്നത് 40 ആണ്. y കണ്ടെത്താം. x പ്ലസ് 2y ഈക്വൽ ടു 100. അപ്പൊ 40 പ്ലസ് 2y ഈക്വൽ ടു 100 വരും. 40ന്റെ കൂടെ 60 വേണം അല്ലേ? 60 100 ഇടുന്നുള്ളൂ. 40 പ്ലസ് 60 100. അപ്പം 2 × 60 ആണ്. 2 × ഇവിടെ മൊത്തം 60. അപ്പൊ 2y ഈക്വൽ ടു 60 വരും അല്ലേ? x പ്ലസ് y ഈക്വൽ ടു 100 ആണ്. x പ്ലസ് ഇപ്പൊ നോക്കിയാണ് x 40 ആയി. അപ്പം x പ്ലസ് 40 പ്ലസ് 60 ആണ് 100 ആണല്ലോ. അപ്പൊ 2y എന്ന് പറയുന്നത് 60 ആണ്. y ഈക്വൽ ടു 30. ഉത്തരം കിട്ടി. x എന്ന് പറയുന്നത് 40 ആണ്. y എന്ന് പറയുന്നത് 30 ആണ്. ഇതാണ് ഉത്തരം. അപ്പൊ 40 30 എന്നുള്ള ഓപ്ഷൻ ആയിരുന്നു ഉത്തരം. ഓക്കെ, ഓപ്ഷൻ എഴുതില്ലല്ലോ. ഓക്കെ, അതാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനോട് പോവാം. നോക്കിയാണേ. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. When 22.4 liter of hydrogen is mixed with 11.2 liter of chlorine each at STP. നോക്കിയാണേ 22.4 ലിറ്റർ ഹൈഡ്രജനും 11.2 ലിറ്റർ ക്ലോറിനും STP യിൽ മിക്സ് ചെയ്തപ്പോൾ the moles of HCl produced is എത്ര HCl നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl കണ്ടെത്തുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 22.4 ലിറ്റർ ഹൈഡ്രജനും 11.2 ലിറ്റർ ക്ലോറിനും STP യിൽ മിക്സ് ചെയ്താൽ നമുക്ക് എത്ര മോൾസ് ഓഫ് HCl പ്രൊഡ്യൂസ് ചെയ്യും? ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഉണ്ടായിരുന്നു 1 മോള്, 1.5 മോള്, 1/2 മോള്, 2 മോള് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. അപ്പം ഇതെന്താണ്? ലിമിറ്റിംഗ് റിയേജന്റ് ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റിംഗ് റിയേജന്റ്. ഓക്കെ, നോക്കാം നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റ്. സോ എന്ത് ചെയ്യാം? ആദ്യം ഇക്വേഷൻ എഴുതാം ആണല്ലോ. H2 പ്ലസ് Cl2 ഗീവിംഗ് 2HCl. H2 പ്ലസ് Cl2 ഗീവിംഗ് 2HCl. ഇതാണ് എന്ത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയണേ. അപ്പൊ H2 1 മോൾ H2ഉം 1 മോൾ ക്ലോറിനും ചേരുമ്പം നമുക്ക് എന്ത് കിട്ടും? 2 മോൾ HCl കിട്ടും ആണല്ലോ. ഇനി നമുക്ക് നോക്കാം ലിറ്റർ അല്ലേ? നോക്കിയാണ് STP യിൽ അല്ലേ? STP യിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? 22.4 ലിറ്റർ ആയിരിക്കും അതിന്റെ വോളിയം എന്ന് പറയണത് ആണല്ലോ.
അപ്പോഴേ എന്താകത്തുള്ളൂ, 1 മോൾ ആവത്തുള്ളൂ. ആണല്ലോ അല്ലേ? STPയില് 22.4 ലിറ്റർ ആകും വോളിയം, അപ്പോഴെന്താകത്തുള്ളൂ, 1 മോൾ ആവത്തുള്ളൂ. നമുക്കറിയാം. നമുക്ക് ഹൈഡ്രജൻ 1 മോൾ എടുത്ത് അപ്പൊ എന്താവും, 22.4 ലിറ്റർ ആവും അല്ലേ? ക്ലോറിൻ എത്ര വേണം, 1 മോൾ വേണം, അതായത് 22.4 ലിറ്റർ വേണം. പക്ഷെ നമുക്ക് എത്രയേ ഉള്ളൂ, 11.2 ഉള്ളൂ അല്ലേ? നോക്കിയാണേ, 1 മോൾ ഹൈഡ്രജന്റെ കൂടെ റിയാക്ട് ചെയ്യാനായിട്ട് 1 മോൾ ക്ലോറിൻ വേണം. നമുക്ക് ഇഷ്ടത്തില്ലേ മനസ്സിലാവണേ? 1 മോൾ ഹൈഡ്രജന്റെ റിയാക്ട് ചെയ്യാൻ 1 മോൾ ക്ലോറിൻ വേണം. 1 മോൾ ഹൈഡ്രജൻ എന്ന് വെച്ചാൽ 22.4 ലിറ്റർ, 1 മോൾ ക്ലോറിൻ എന്ന് വെച്ചാൽ 22.4 ലിറ്റർ. പക്ഷെ എത്രയേ ഉള്ളൂ, ക്ലോറിൻ 11.2 ഉള്ളൂ. നമുക്ക് എത്ര വേണം, 22.4 വേണം. സോ എന്തേ ഉള്ളൂ, 22.4 11.2 പകുതിയേ ഉള്ളൂ. സോ എന്താണ്, ഇവിടെ ക്ലോറിന്റെ അളവ് കുറവാണ്. സോ ക്ലോറിൻ ആണ് എന്ത്, ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ്. കാരണം എന്താണ്, ക്ലോറിൻ 22.4 ലിറ്റർ വേണമായിരുന്നു, നമുക്ക് എത്രയേ ഉള്ളൂ, 11.2 ഉള്ളൂ അല്ലേ? കാരണം 1 മോൾ വേണം, 1 മോൾ എന്ന് വെച്ചാൽ 22.4 വേണം, നമുക്ക് എത്രയേ ഉള്ളൂ, 11.2 ഉള്ളൂ. 11.2 എന്ന് വെച്ചാൽ അര മോളേ ഉള്ളൂ, ഹാഫ് മോൾ അല്ലേ? കാരണം എന്താണ്, 22.4 1 അങ്ങനെയാണെങ്കിൽ അരയാണ് 11.2 അല്ലേ? നമുക്ക് അര മോളേ ഉള്ളൂ, അര മോൾ ക്ലോറിനേ ഉള്ളൂ അല്ലേ? ഓക്കെ, 1 മോൾ ക്ലോറിനോട് റിയാക്ട് ചെയ്യാനായിട്ട് നമുക്ക് എത്ര വരും, 2 മോൾ ആര് വരും, HCl വരും അല്ലേ? കാരണം ക്ലോറിനാണ് ലിമിറ്റിംഗ് റിയേജന്റ്, അപ്പൊ അതനുസരിച്ച് മാത്രമേ പ്രൊഡക്റ്റ് ഉണ്ടാകത്തുള്ളൂ. നമുക്ക് എത്ര ക്ലോറിനേ ഉള്ളൂ, 11.2, അതായത് അര മോൾ. അപ്പൊ എന്ത് ചെയ്യാ, രണ്ടിടത്തും ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം അര മോൾ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ അര ഇൻറ്റു 2 1 മോൾ HCl. സോ എന്താണ് ഉത്തരം, 1 മോൾ HCl ആണ് ഉത്തരം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ലിമിറ്റിംഗ് റിയേജന്റ് എന്നൊക്കെ മാർക്ക് കളായിട്ടൊന്നും വരല്ല കുട്ടികളെ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ടെസ്റ്റ് പോവാം, മാറ്റിയാണേ. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 2.8 കിലോഗ്രാം എത്തലീൻ? 2.8 കിലോഗ്രാം എത്തലീൻ കത്താനായി ആവശ്യമായി വരുന്ന ഓക്സിജന്റെ അളവ്, ഓക്സിജന്റെ വെയിറ്റ് അല്ലെ? 2.8 കിലോഗ്രാം എത്തലീൻ കത്താനായിട്ട് ആവശ്യമായി വരുന്ന ഓക്സിജൻ. ഓക്കെ, എത്തലീൻ എന്താണ്, C2H4, ഒരു ഹൈഡ്രോ കാർബൺ അല്ലേ? ഒരു ഹൈഡ്രോ കാർബൺ കത്തിക്കഴിഞ്ഞാൽ ആരെ കിട്ടും, കാർബൺ ഡയോക്സൈഡും വാട്ടറും അല്ലേ? കുറച്ച് പറഞ്ഞു. C2H4 ഒരു എത്തലീൻ കത്തിക്കഴിഞ്ഞാൽ ആരൊക്കെ തരും നമുക്ക്, കാർബൺ ഡയോക്സൈഡും വാട്ടറും. ഓക്കെ, ഇത് നമുക്കറിയാം, കാർബൺ ഡയോക്സൈഡ് വാട്ടർ. പക്ഷെ ഇക്വേഷൻ ബാലൻസ് ചെയ്യണ്ടേ, അതിനാണ് ഞാൻ ഇത് ഇക്വേഷൻ പഠിപ്പിച്ചത്. ജനറൽ ഇക്വേഷൻ എന്താണ്, എക്സും വൈയും വെച്ചിട്ട്. ഇവിടെ എക്സ് എത്ര, 2/4. ഇവിടെ എന്താണ്, എക്സ് പ്ലസ് y/4. എക്സ് എത്ര, 2, 2 പ്ലസ് y/4. y എത്ര, 4, 4/4 1. ഇവിടെ 3 വരും. ഓക്കെ, ഇവിടെ ആണെങ്കിലോ എക്സ് കാർബൺ ഡയോക്സൈഡ്, എക്സ് എത്ര, 2. സോ ഇവിടെ എക്സ് 2 ആണ്, 2 കാർബൺ ഡയോക്സൈഡ്. വാട്ടറാണ് എന്താണ്, y/2. y എത്ര, 4, 4/2 2 കാർബൺ ഡയോക്സൈഡ്, സോറി 2 വാട്ടർ. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി കിട്ടി. ഓക്കെ, C2H4 പ്ലസ് 3 ഓക്സിജൻ ഗീവിംഗ് 2 കാർബൺ ഡയോക്സൈഡ് പ്ലസ് 2 വാട്ടർ. ഓക്കെ, നമുക്ക് കണ്ടെത്തുന്നത് എന്താണ്, എത്തലീനും ഓക്സിജനും തമ്മിലുള്ള ബന്ധം, എത്തലീനും ഓക്സിജനും തമ്മിൽ. നോക്കെ, 1 മോൾ എത്തലീൻ കത്താനായിട്ട് 3 മോൾ ഓക്സിജൻ വേണം. 1 മോൾ എത്തലീൻ കത്താനായിട്ട് എത്ര വേണം, 3 മോൾ ഓക്സിജൻ വേണം. 3 മോൾ ഓക്സിജൻ വേണം. ഓക്കെ, 3 മോൾ ഓക്സിജൻ വേണം. 1 മോൾ എത്തലീൻ കണ്ടെത്താം. എത്തലീൻ C2 കാർബൺ 12 ആണ്, 12 × 2 24, 24 പ്ലസ് 4 28 ഗ്രാം. 28 ഗ്രാം എത്തലീൻ കൂടെ റിയാക്ട് ചെയ്യാനായിട്ട് 3 മോൾ ഓക്സിജൻ. ഓക്കെയാണ്, ഓക്സിജൻ 3O2 അല്ലേ? ഓക്സിജൻ ഒരെണ്ണം 16 ആണ്, 16 × 2 × 3 വരും അല്ലേ? 16 × 2 × 3, 16 × 2 എത്ര, 32, 32 × 3, 32 × 3, 3 2 6, 3 3 9, 96. 96 ഗ്രാം ആര് വേണം, ഓക്സിജൻ വേണം കേട്ടോ. ലിമിറ്റിംഗ് റിയേജന്റ് അല്ലേ, ആ ടൈപ്പ് ആണ് ചെയ്യണം. 28 ഗ്രാം ഈത്തലീൻ്റെ അവിടെ റിയാക്ട് ചെയ്യാനായിട്ട് 96 ഗ്രാം ഓക്സിജൻ വേണം. ഓക്കെ അല്ലേ? ഇത് മാത്രം വെച്ചിട്ട് ബാക്കി മാറ്റിയാണേ. 28 ഗ്രാമിൻ്റെ കൂടെ റിയാക്ട് ചെയ്യാനായിട്ട് 96 ഗ്രാം വേണം. ഓക്കെ, ഇത് വെച്ചിട്ട് ബാക്കി മാറ്റിയാണേ. ഓക്കെ, നമുക്ക് 28 ഗ്രാമിൻ്റെ കൂടെ റിയാക്ട് ചെയ്യാനായിട്ട്, 28 ഗ്രാം എത്തിലീൻ്റെ റിയാക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം, 96 ഗ്രാം ആര് വേണം, ഓക്സിജൻ വേണം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം എത്തിലീൻ്റെ കൂടെയോ, 1 ഗ്രാം എത്തിലീൻ്റെ കൂടെ റിയാക്ട് ചെയ്യാനായിട്ട് 96 ഗ്രാം ബൈ 28, ഇവിടെ ഡിവൈഡ് ആവുമല്ലോ, 28 ഗ്രാം ഓക്സിജൻ വേണം അല്ലേ? കാരണം എന്താണ്, ഇവിടെ ഒന്നാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയും 28 ഡിവൈഡ് ചെയ്യണം. അപ്പൊ 1 ഗ്രാം ഇക്വൽ ടു ഇത്രയും വരും ആണല്ലോ.
അപ്പോഴ് നമുക്ക് വേണ്ടത് 1 ഗ്രാമിന്റെ അല്ല 22 ഗ്രാമിന്റെ അല്ല, എത്രയാണ് 2.8 കിലോഗ്രാമിന്റെ ആണ്. 2.8 കിലോഗ്രാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 2.8 കിലോ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇത് ഗ്രാം ആയതുകൊണ്ട് ഞാൻ അതിനെ ഗ്രാം ആക്കുകയാണേ. 2.8 into 1000 വരും. സോ എത്ര വരും, 2800 ഗ്രാം എന്ന് വരും അല്ലെ, 2800 ഗ്രാം എന്ന് വരും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും 2800 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2800 ഗ്രാം എത്തിലീന്റെ കൂടെ റിയാക്ട് ചെയ്യാനായിട്ട് 96 divided by 28 into 2800 ഗ്രാം ഓക്സിജൻ വേണം അല്ലേ. നമുക്ക് ആദ്യം ഇക്വേഷൻ മനസ്സിലാവണേ അല്ലേ. 1 ഗ്രാമിന് ഇത്രയും വേണം. അപ്പം 2800 എത്ര വേണം, അപ്പുറം ഇപ്പുറം 2800 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഈ 28 കട്ട് കളയാം, 1 വരും. സോ 96 into 100, 96 into 100, അപ്പം 9600 ഗ്രാം എന്ന് വരും. ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ കടന്നത് കിലോ, എല്ലാ ഓപ്ഷനും കിലോഗ്രാമിലായിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, കിലോഗ്രാമിലേക്ക് മാറ്റാം, ഡിവൈഡ് ബൈ 1000 ചെയ്യാം. അപ്പൊ 2 പോയി, 1 9.6 കിലോഗ്രാം. കാരണം ഓപ്ഷനിൽ എല്ലാം കിലോഗ്രാം ആയിരുന്നു കേട്ടോ. 9.6 കിലോഗ്രാം, 96 കിലോഗ്രാം, 0.96 കിലോഗ്രാം, അങ്ങനെയൊക്കെ ഓപ്ഷൻ ആയിരുന്നു. ഓക്കെ, ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സ്ലൈഡ് പോകാം, മാറ്റിയാണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The number of oxygen atom in 4.4 gram of carbon dioxide. നോക്കിയാണേ, 4.4 ഗ്രാം കാർബൺ ഡയോക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം. ഇതാണ് ക്വസ്റ്റ്യൻ. The number of oxygen atom in 4.4 gram of carbon dioxide. ഓക്കെ, ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ 1.2 into 10⁻23. ഓപ്ഷൻ ബി 6 into 10⁻22. ഓപ്ഷൻ സി 6 into 10⁻23. ഇവിടെ 22, ഇവിടെ 23. ഓപ്ഷൻ ഡി നോക്കാം, 12 into 10⁻23. ഓക്കെ, അപ്പൊ 4 ഓപ്ഷൻ ആയി. നമുക്ക് നോക്കാം കാർബൺ ഡയോക്സൈഡ്. കാർബൺ 12 ആണ്, ഓക്സിജൻ 16 ആണ്. സോ 16 into 2 വരും അല്ലെ. 16 into 2, 16 32, 32 പ്ലസ് 12 44. അപ്പൊ കാർബൺ 44 ആകുമ്പോഴേ എന്താകത്തുള്ളൂ, 1 മോൾ ആകത്തുള്ളൂ. കാർബൺ ഡയോക്സൈഡ്, കാർബൺ 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ് ആകുമ്പോൾ എന്താവും, 1 മോൾ ആകും. 1 മോൾ ആകും. നമ്മൾ കുറച്ചുമേ പറഞ്ഞു, കാർബൺ ഡയോക്സൈഡ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കുക, 44 ഗ്രാം ആണ്. അപ്പൊ 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, 1 മോൾ ആകും. 1 മോൾ ആകും. 1 മോൾ ആയി കഴിഞ്ഞാൽ അതില് അവഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടായിരിക്കും. അവഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഈ 0.022 ഓപ്ഷൻ ഇല്ലല്ലോ, ഒന്നിലുമില്ലല്ലോ. വേണ്ട, നമുക്ക് വേണ്ട, നമുക്കത് വേണമെന്നില്ല അല്ലേ. കാരണം ഒരു ഓപ്ഷനിലും ആ വാല്യൂ എടുത്തിട്ടില്ല. അപ്പൊ നമുക്കത് വേണ്ട, ജസ്റ്റ് 6 മാത്രം എടുക്കാം. 6 into 10⁻23. കുട്ടികളെ ശ്രദ്ധിക്കണേ, ഞാൻ ബാക്കി നെഗ്ലക്ട് ചെയ്താണ്. കാരണം ഓപ്ഷനിലൊന്നും അതില്ല. വെറുതെ മൾട്ടിപ്ലൈ സമയങ്ങളിൽ നമുക്കില്ല. ഓപ്ഷനിൽ ഒരു ഓപ്ഷനിലും അങ്ങനെ വാല്യൂ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ 6 വാല്യൂ എടുക്കാം. ഓക്കെ, അപ്പൊ 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ് എടുക്കുകയാണെങ്കിൽ 1 മോൾ വരും. 1 മോളായ 6 into 10⁻23 കാർബൺ ഡയോക്സൈഡ് വരും ആണല്ലോ. നമുക്ക് വെച്ചിട്ട് എന്താണ്, 4.4 ഗ്രാം ആണ്. അപ്പൊ എന്ത് ചെയ്യണം, എല്ലാത്തിലും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആണല്ലോ. അപ്പൊ എന്താവും, 4.4 ഗ്രാം കാർബൺ ഡയോക്സൈഡ് എടുക്കുകയാണെങ്കിൽ എന്ത് വരും, 0.1 മോൾ വരും. മാത്രമല്ല 6 into 10⁻22 വരും. കാരണം എന്താണ്, ഡിവൈഡ് ബൈ 10 വരെ ഇല്ലേ. 6 into 10⁻22 കാർബൺ ഡയോക്സൈഡ് വരും. കാർബൺ ഡയോക്സൈഡ് ശ്രദ്ധിക്കണേ, കാർബൺ ഡയോക്സൈഡ് വരും. ഓക്കെ, ഒരു കാർബൺ ഡയോക്സൈഡ് തന്നെ 2 ഓക്സിജൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയിൽ എത്ര വരും, ഇത് into 2 വരും ആണല്ലോ. സോ മൾട്ടിപ്ലൈ ചെയ്യാം. 2 into നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ആണ്. ശ്രദ്ധിക്കണേ, 6 into 10⁻22 കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്യൂൾ ഉണ്ട്. ഒരു മോളിക്യൂളിൽ തന്നെ 2 ഓക്സിജൻ ഉണ്ട്. സോ ഇത് into 2 വരും. എന്താണ് നമ്മുടെ ഓക്സിജൻ എണ്ണം. സോ 2 into 6 into 10⁻22. അപ്പൊ ഇത്ര 12 into 10⁻22. അങ്ങനെ ഓപ്ഷൻ ഉണ്ടാകും നോക്കാം. ഓപ്ഷനിൽ 1.2 10⁻23 ഉണ്ട്. എന്തായാലും സിയും അല്ല ഡിയും അല്ല, സോറി സിയും അല്ല ബിയും അല്ല. ബാക്കിയുള്ളത് 12 into 10⁻22. അങ്ങനെ ഓപ്ഷൻ ഇല്ല. ഇവിടെ ഉള്ളത് 12 10⁻23 ആണ്. നമുക്ക് എടുക്കാൻ പറ്റൂല, കളയാം. പിന്നെ ഇവിടെ എന്ത് ചെയ്യണം, ഇതിന് ഇങ്ങനെ ആക്കണം അല്ലേ. നമുക്ക് ഇവിടെ 1.2 into 10⁻23 ആക്കാൻ പറ്റും അല്ലെ ഈ നമ്പറിന്. കാരണം എന്താണ്, 1.2 ഇവിടെ ഒരു പോയിന്റ് പുറത്താകുമ്പോൾ 10⁻23 ആവും. അപ്പം 1.2 10⁻23. 1.2 10⁻23 ആണ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ എ. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഓപ്ഷനല്ല എഴുതിയത്. കാരണം ഇങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും പരീക്ഷയ്ക്ക് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. പിന്നെ ഇത് പറയാനും 6.022 ഞാൻ ഒഴിവാക്കി. കാരണം എന്താണ്, നമുക്ക് അതൊന്നും ഓപ്ഷൻ ഇല്ല. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട സമയം നമുക്ക് നഷ്ടമായി പോകും. അതുകൊണ്ട് അത് ഒഴിവാക്കുക
എന്ന് കാണിക്കാനാണ് ഞാൻ ഈ ഓപ്ഷൻ എടുത്തത്. ഓക്കെ, ബാക്കി ഒന്നിനും ഓപ്ഷൻ എടുക്കാതിട്ട് എടുക്കാനുള്ള കാരണം ശ്രദ്ധിക്കണേ. നമുക്കിവിടെ 12 × 10 കിട്ടി, പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. 23 ആണുള്ളത്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ചാണ് ചെയ്യണം. 22 ആണ്, ഇവിടെ 23 ആണ്. ചാടിക്കറി കറപ്പിച്ചെടുക്കരുത് കേട്ടാ. അപ്പം 1.2 10⁻23 ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. 1 gram of magnesium is burned with 0.56 gram of oxygen. 1 gram magnesium എന്ത് ചെയ്തു? 0.56 gram oxygen ആയിട്ട് റിയാക്ട് ചെയ്തു. Which reactant is left in excess? ഏതാണ് ബാക്കി വരുന്നത്? And how much? എത്ര? കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും പറയാം, എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സമയം എടുക്കും പറയാൻ കാരണം വേറെ ഒന്നുമല്ല, 0.56 ഒക്കെ ഡിവൈഡ് ചെയ്യാൻ സമയം എടുക്കും. ഓക്കെ, ബാക്കി ചെയ്യാം. മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവിംഗ് MgO ആണല്ലോ. ഇക്വേഷൻ ബാലൻസ് ചെയ്യണം. Mg ഒന്നേ ഉള്ളൂ, സോ ഒന്നെങ്കിൽ ഹാഫ് ഇടാം, അല്ലെങ്കിൽ മൊത്തം കൊണ്ട് 2 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം Mg പ്ലസ് ഹാഫ് O2 ഗീവിംഗ് MgO. മെഗ്നീഷ്യത്തിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 24 ഗ്രാം ആണ്. 24 ഗ്രാം. ഓക്സിജന്റേത് ഇവിടെ O2ന്റെ പകുതി എടുത്താൽ മതി. O2 32 ആണ്, 32 16 ഗ്രാം. അപ്പം ഇവിടെ നമുക്ക് 16 പ്ലസ് 24 വരും. കൂട്ടിക്കഴിഞ്ഞാൽ 3 4 0 40 വരും. 40 ഗ്രാം. 40 ഗ്രാം MgO. നമുക്ക് അതിന്റെ ആവശ്യം ഇപ്പൊ തൽക്കാലം ഇല്ല. നമുക്കിത് നോക്കാം. നമുക്ക് കണ്ടെത്തേണ്ടത് ഇവര് തമ്മിലാണ്. ആരും ലിമിറ്റിംഗ് റീജിയൻ നോക്കാം. നമുക്ക് അതിലെ കണ്ടുപിടിക്കേണ്ടേ. നോക്കാം. 24 ഗ്രാം മെഗ്നീഷ്യം എടുത്തു കഴിഞ്ഞാൽ 14 ഗ്രാം ആര് വേണം? ഓക്സിജൻ വേണം. 24 ഗ്രാം മെഗ്നീഷ്യം എടുത്തു കഴിഞ്ഞാൽ 14 ഗ്രാം ഓക്സിജൻ വേണം. സോ നമുക്ക് നോക്കാം. ഇതിന് മായ്ക്കാണേ. 24 ഗ്രാം മെഗ്നീഷ്യത്തിലൂടെ റിയാക്ട് ചെയ്യാനായിട്ട് നമുക്ക് എത്ര വേണം? 14 ഗ്രാം ഓക്സിജൻ വേണം. ഇന്നലെ നമുക്ക് ഈ ഇക്വേഷൻ മനസ്സിലായത് ആണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം മെഗ്നീഷ്യം റിയാക്ട് ചെയ്യാനോ? 1 ഗ്രാം മെഗ്നീഷ്യം റിയാക്ട് ചെയ്യാനായിട്ട് 16/24 ഗ്രാം ഓക്സിജൻ വേണം. 16/24 ഗ്രാം ഓക്സിജൻ വേണം. 16/24 ചെയ്യുക. നമുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.6667 നമ്മൾ വരും. 0.67 എടുക്കാം തൽക്കാലം. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ചെയ്യുന്നില്ല. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 16/24 ചെയ്ത് കഴിഞ്ഞാൽ 0.6666 എന്ന് വാല്യൂ വരും. റൗണ്ട് ചെയ്ത് നമുക്ക് 0.67 എടുക്കാം. 0.67 ഗ്രാം. ഓക്കെ, 0.67 ഗ്രാം കിട്ടി. 0.67 ഗ്രാം ഓക്സിജൻ. ചെയ്തു നോക്കണേ കുട്ടികളെ. നിങ്ങൾക്ക് സ്പീഡ് ഇട്ടില്ലെങ്കിൽ ഞാൻ നോക്കിയിട്ടാണ് ചെയ്യണം. ഓക്കെ, അപ്പൊ 1 ഗ്രാം മെഗ്നീഷ്യത്തിലൂടെ നമുക്ക് എന്ത് കിട്ടും? 1 ഗ്രാം മെഗ്നീഷ്യത്തിനോട് റിയാക്ട് ചെയ്യാനായിട്ട് നമുക്ക് എത്ര വേണമെന്നാ പറഞ്ഞത്? 0.67 ഗ്രാം ആര് വേണം? ഓക്സിജൻ വേണം അല്ലെ? ഇത്രയും ഗ്രാം ഓക്സിജൻ വേണം ആണല്ലോ. നമുക്ക് എത്ര ഓക്സിജനേ ഉള്ളൂ? 0.56 ഓക്സിജനേ ഉള്ളൂ ആണല്ലോ. 0.56 ഗ്രാം ഓക്സിജനേ ഉള്ളൂ. അപ്പൊ ഓക്സിജൻ എടുക്കുന്നത് കുറവല്ലേ? അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഓക്കെ, ഇതുവരെ നമുക്ക് മനസ്സിലാക്കണേ. ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടന്റ് ആണ്. മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗിവിംഗ് MgO ആണല്ലോ. പക്ഷേ മെഗ്നീഷ്യം 24 ആണ്, ഓക്സിജൻ 16 ആണ്. സോ 20 ഗ്രാം മെഗ്നീഷ്യം വേണം 14 ഗ്രാം റിയാക്ട് ചെയ്യാനായിട്ട്. സോ 1 ഗ്രാം റിയാക്ട് ചെയ്യാനായിട്ട് 16/24. കാരണം എന്താണ്? രണ്ട് സൈഡും 24 ഡിവൈഡ് ചെയ്യും. സോ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/24 വരും. കട്ടായി പോകും. 1 ഗ്രാം വരും. 16/24 വരും. 16/24 എന്ന് വെച്ചാൽ 0.67 വരും. 0.67 എന്ന് വെച്ചാൽ അവിടെ നിൽക്കട്ടെ. നമുക്ക് എത്ര നിൽക്കണേ? 0.56 ഉള്ളൂ. 0.67 വേണം, പക്ഷെ നമുക്ക് 0.56 ഉള്ളൂ. സോ ലിമിറ്റിംഗ് റേഞ്ച് ആരാണ്? ഇവിടെ ഓക്സിജൻ ആണ്. ഓക്സിജന്റെ അളവ് കുറവാണ്. ഓക്കെ, ബാക്കി പറയാം. ഓക്കെ, ബാക്കി നോക്കാം. ഇവിടെ നോക്കിയാണ്ട 16 ഗ്രാം ഓക്സിജനോട് റിയാക്ട് ചെയ്യാനായിട്ട് 24 ഗ്രാം ആര് വേണം? മെഗ്നീഷ്യം വേണം അല്ലേ? കുറച്ച് പറഞ്ഞ് നേരെ തിരിച്ചെടുത്തു. കാരണം നമുക്ക് മെഗ്നീഷ്യം എത്ര ബാക്കി വരുന്ന അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ഓക്സിജൻ റിയാക്ട് ചെയ്യാനാണെങ്കിലോ 24/16 ഗ്രാം മെഗ്നീഷ്യം വേണം. 1 ഗ്രാം ഓക്സിജൻ റിയാക്ട് ചെയ്യാനായിട്ട് 24/16 ഗ്രാം മെഗ്നീഷ്യം വേണം. ഓക്കെ, നമുക്ക് 1 ഗ്രാമിന്റെ അല്ല വേണ്ടത് 0.56 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 0.56 ഗ്രാം ഓക്സിജൻ റിയാക്ട് ചെയ്യാനായിട്ട് 24/16 ഇൻറ്റു 0.56 ഗ്രാം മെഗ്നീഷ്യം വേണം. 24/16 ഇൻറ്റു 0.56 ചെയ്യുക. ഓക്കെ, ഞാൻ ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാനിപ്പോ ചെയ്തപ്പോ കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.84 ആണ്. 0.84 ഗ്രാം അത് കിട്ടി. ഓക്കെ, 0.84 ഗ്രാം മതി. അതായത് 0.56 ഗ്രാം ഓക്സിജനോട് റിയാക്ട് ചെയ്യാനായിട്ട് നമുക്ക് 0.84 ഗ്രാം മെഗ്നീഷ്യം മതി. ഓക്കെ, ശ്രദ്ധിക്കണം, ഇമ്പോർട്ടന്റ് ആണ്.
0.56 ഗ്രാം ഓക്സിജനോട് റിയാക്ട് ചെയ്യാനായിട്ട് നമുക്ക് 0.84 ഗ്രാം മെഗ്നീഷ്യം മതി. നമുക്ക് എത്ര മെഗ്നീഷ്യം ഉണ്ട്? 1 ഗ്രാം. സോ 1 മൈനസ് 0.84 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 0.16 ഗ്രാം മെഗ്നീഷ്യം കിട്ടും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 0.16 ഗ്രാം മെഗ്നീഷ്യം ആണ് എന്ത് ചെയ്യണേ എക്സസ് ആയിട്ട് ബാക്കിയുള്ളത്. ഓക്കെ, അതാണ് ഓപ്ഷൻ. ആ ഓപ്ഷൻ ഏതാണ്? കറക്റ്റ്. ഓക്കെ, ഒരിക്കടി നമ്മൾ ഇത് കഴിഞ്ഞ ബാക്കി ഇതോട് പറയണേ. 16 ഗ്രാം ഓക്സിജൻ റിയാക്ട് ചെയ്യാനായിട്ട് 24 ഗ്രാം മെഗ്നീഷ്യം വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 ഗ്രാമിനോട് റിയാക്ട് ചെയ്യാനായിട്ട് 24/16 ഗ്രാം മെഗ്നീഷ്യം വേണം. നമുക്ക് വേണ്ടത് 0.56 ആണ്. സോ 0.56 ഗ്രാം ഓക്സിജൻ റിയാക്ട് ചെയ്യാനായിട്ട് 24/16 ഇൻറ്റു 0.56 ചെയ്യണം. അത് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി 0.84 കിട്ടി. അതായത് 0.56 ഗ്രാം ഓക്സിജൻ റിയാക്ട് ചെയ്യാനായിട്ട് 0.84 ഗ്രാം മെഗ്നീഷ്യം മതി. ബാക്കി എന്ത് ചെയ്യും? ഉറപ്പായിട്ടും മാറി നിൽക്കും. തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. ആ മാറി നിൽക്കുന്ന അളവ് എത്രയാണ്? 0.16 ഗ്രാം ആണ്. ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ മതിയാക്കുന്നു. ശരിക്കും ലിമിറ്റിംഗ് റിയേജന്റ് അതുപോലെ മോൾ കോൺസെപ്റ്റ് എന്നിവയും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ്. പക്ഷേ ഇന്നത്തെ ക്ലാസ് മതിയാക്കുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക. അതുപോലെ അഭിപ്രായമാണ് വീണ്ടും വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ സജഷൻസ് തരിക. എന്തെല്ലാം മോഡിഫിക്കേഷൻ വരുത്താം അതെല്ലാം പറയുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം നമുക്ക് ഷെയർ ചെയ്യുക. നീറ്റ് എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.